ഞാൻ ഈ ദിവസങ്ങളിൽ വായിച്ച ഒരു പുസ്തകമുണ്ട്. മിക്കപ്പോഴും ഞാൻ വീട്ടിൽ ബാക്കിയുള്ളവർ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി സിറ്റൗട്ടി വന്ന് കിടന്നാണ് വായിക്കുന്നത്. ഈ വെട്ടമൊന്നും അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ഒരു വലിയ അനുഭവം പ്രകീർത്തിക്കുന്ന ഒരു പുസ്തകം. നമ്മുടെ ഡോക്ടർ ഓമന റസൽ പരിഭാഷപ്പെടുത്തിയാണ്. വാനിയ എന്നതിൻ്റെ പേര്. ഈ വാനിയ എന്നൊരു പുരുഷൻ്റെ പേരാണ്, ഒരു റഷ്യൻ സുവിശേഷൻ്റെ പേരാണ്. ഇത് കേരള നിയമസഭയിലെ എല്ലാ MLA മാർക്കും ഫ്രീ ആയിട്ട് എത്തിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കും എത്തിയിട്ടുണ്ട്. 100ഓളം കോപ്പി 1000ഓളം കോപ്പിയോ മറ്റോ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന അറിയില്ല. ഉദ്യോഗസ്ഥർക്കും എല്ലാം കൊടുക്കാൻ. എൻ്റെ അറിവ് അങ്ങനെ. അതൊരു പട്ടാളക്കാരനായിരുന്നു. റഷ്യയിൽ 1970-കളിൽ മതപരമായ വലിയ നിയന്ത്രണം നിൽക്കുന്ന കാലമാണ്. എങ്കിലും ലെനിൻ ഡിക്രി .5 എന്നൊരു ലോ ഉണ്ടായിരുന്നു. ലെനിൻ്റെ ഒരു വിളംബര. ലെനിൻ അനുവദിച്ചു മതമാകാം, പക്ഷെ അത് പബ്ലിക്കിലൊന്നും പറ്റില്ല. മതപരമായൊരു ശവസംസ്കാരം വേണോ ആകാം, പുരോഹിതൻ വേണേ ആകാം, പക്ഷേ പള്ളിക്ക് പെർമിഷൻ വേണം, ലൈസൻസ് വേണം. ഞങ്ങൾക്കറിയണം ആ പള്ളികളിൽ ഏത് ഘട്ടത്തിലും KGB പ്രവേശിക്കും. റഷ്യയുടെ ചാരപ്പ സംഘടന. അത് റഷ്യയുടെ അടിസ്ഥാനപരമായ ചിന്ത നാസ്തികതയാണ്. അതിനെതിരെയൊന്നും പറയാൻ പറ്റില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചു, പ്രശ്നമൊന്നുമില്ല. അങ്ങനൊരു ആ ചെറിയ പോയിൻ്റ് ഉണ്ടല്ലോ, ലെനിൻ ഡിക്രി .5 ലോ, അതിൻ്റെ ക്ലോസാണ് 5. ഇത് വെച്ച് സഭകളങ്ങ് വളർന്നു. ആ കൂടെ ക്രിസ്തീയ സഭകൾ വേർപെട്ട നിയമക്കളുടെ സാന്നിധ്യക്കാട് ഉണ്ടായപ്പോൾ ഒരു വീട്ടിൽ 3 മക്കളുണ്ടായിരുന്നു, ഒരു പിതാവിന്. അതിലൊരാൾ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നൊരു പയ്യനായിരുന്നു, അതായത് ഈ വാനിയ. അയാൾക്ക് ഈ പട്ടാളത്തിൽ സെലക്ഷൻ കിട്ടുക. അയാൾ തീരുമാനിച്ചു, എൻ്റെ ജീവിതം മുഴുവൻ യേശുവിന് വേണ്ടിയാണ്, പക്ഷെ എനിക്കിപ്പോൾ വന്നിരിക്കുന്ന നിയോഗം ആർമിയിലേക്ക്. ഞാൻ എന്ത് ചെയ്യും? കുറേ പ്രാർത്ഥിച്ചപ്പോൾ ഒരു നിയോഗം, നീ പോവുക. അവൻ പറഞ്ഞു, എനിക്ക് യുദ്ധം ചെയ്യാൻ വയ്യ, എനിക്ക് മനുഷ്യനെ മുറിവേൽപ്പിക്കാൻ വയ്യ, എനിക്ക് ആരെയും ശത്രുവായി കാണാൻ വയ്യ, നീ പോവുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂത്ത സഹോദരനുണ്ട്, അയാളൊരു എത്തിസ്റ്റാണ്. അയാൾ റഷ്യയോട് വലിയ കൂറുള്ള ഒരാളാണ്. അയാൾ പറയാണ്, നിൻ്റെ ഈ സ്വഭാവമല്ല അവിടെ ചെല്ലുമ്പോൾ മാറും, പ്രാർത്ഥനയൊക്കെ മാറിക്കോളും, നീ നന്നായി വരും. കാരണം ഈ പ്രാർത്ഥന ഒരു വേസ്റ്റാണ്. കുറേ നേരം ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഞാനിത്രയായി പ്രാർത്ഥിച്ചിട്ടാണോ? നിനക്കുള്ളതല്ല എനിക്കുമുണ്ട്, പ്രാർത്ഥിച്ചിട്ടാണോ? നിന്നെക്കാൾ എനിക്ക് ആരോഗ്യമുണ്ട്, പ്രാർത്ഥിച്ചിട്ടാണോ? പ്രാർത്ഥിച്ച നിനക്കും പ്രാർത്ഥിക്കാത്ത എനിക്കും ഒരു കുഴപ്പമില്ല. ലോകമനുഷ്യൻ്റെ ചിന്തയുടെ ഒരു ശബ്ദം അത് തന്നെയാണ്. അയാൾ പട്ടാളത്തിൽ ചെന്നു. ആദ്യം തിരഞ്ഞത് പ്രാർത്ഥിക്കാനൊരിടമാണ്. ആ പ്രഥമ ദിവസം തന്നെ രാവിലെ 5 മണിക്ക് ഉണരണം, 15 കിലോമീറ്റർ ഓടണം, തദനന്തരം ബ്രേക്ക്ഫാസ്റ്റിന് വരണം. പക്ഷേ ഈ ആദ്യ ദിവസത്തെ 15 കിലോമീറ്റർ ഓട്ടത്തിന് മുമ്പ് തന്നെ വാനിയ പ്രാർത്ഥിച്ചു. ഒഴിഞ്ഞു കിടന്നൊരു മുറിയുണ്ട്, അത് തുറന്ന് പ്രാർത്ഥിക്കും. ഒടുക്കം ഇത് കണ്ടുപിടിച്ചിട്ട് മേലധികാരി ചോദിച്ചു, നീ എന്തിനാ ഈ പ്രാർത്ഥിക്കുന്നത്? അതെനിക്ക് അധർമ്മമൊന്നും ഇവിടെ പ്രവർത്തിക്കാൻ ഇടവരാതെ എന്നെ സംരക്ഷിക്കണം, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണം. യുദ്ധത്തിൽ ഇടപെട്ടു പോയി ആളുകളെ കൊന്നൊടുക്കാനൊന്നും വയ്യ. അദ്ദേഹത്തിന് അതൊന്നും വിശ്വാസമില്ല. ഇവനെ വാച്ച് ചെയ്യാൻ പറഞ്ഞു. എൻ്റെ ഈ പ്രാർത്ഥന മാറണമെങ്കിൽ ക്രിസ്തീയ സഭ ലോകത്ത് ചെയ്തു വെച്ച ഒട്ടേറെ കാര്യങ്ങളുണ്ട്, അതെല്ലാം ഇവനെ പഠിപ്പിക്കാൻ പറഞ്ഞു. നമ്മുടെ തന്നെ കുറേ കാര്യം അവനെ പഠിപ്പിച്ചാൽ മതി, അവനങ്ങ് പിന്മാറി പൊക്കോളും, അല്ലേ? അവനങ്ങ് പൊക്കോളും, എളുപ്പമാണ്. തെളിവടക്കം ക്ലാസ് എടുത്ത് മാറ്റിയിട്ടും വാനിക്ക് മാറ്റമില്ല. അയാൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥന ശക്തിപ്പെട്ടു വന്നപ്പോൾ സെർജി എന്ന് പേരുള്ളൊരു കൂട്ടുകാരനെ പരിചയപ്പെട്ടു. അവനും ഇതുപോലെ. ഇവരെ 2 വഴിക്ക് മാറ്റി, പക്ഷെ എങ്ങനെ നോക്കിയാലും ഇവർ ഒന്നിച്ചു വരും. നല്ല പ്രാർത്ഥന. ഇവർക്ക് ഇവൻ്റെ ശല്യമായി മാറിയ ഈ മനുഷ്യനെ ഇതിന് തിരിപ്പിച്ചേ പറ്റൂ. ഇവനെക്കുറിച്ചൊരു ശ്രുതി പരന്നു. ഇവനേതോ അമേരിക്ക പോലുള്ള രാഷ്ട്രത്തിൻ്റെ ചാരനാണ്. KGB അന്വേഷണത്തിന് വന്നു, പഠനം നടത്തി. അവനെ മാറ്റിയെടുത്തേ പറ്റൂ. മാറ്റാൻ 2 മേലുദ്യോഗസ്ഥന്മാരെ ഏൽപ്പിച്ചു.
ഏതളവിൽ ഇടപെടാ 0 ഡിഗ്രി മൈനസിന് താഴേക്ക് കൊണ്ടെത്തിച്ച് കനത്ത തണുപ്പിൽ ഒരു രാത്രി മുഴുവൻ ഇട്ടു. ഒരു രാത്രി മുഴുവൻ മഞ്ഞിൽ പൊതിഞ്ഞു കിടക്കുന്നവൻ അവിടെ കിടന്നുകൊണ്ട് പ്രാർത്ഥിച്ചു. എന്താ ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്? ആ മഞ്ഞ് കണങ്ങൾ തന്നെ മൂടി ശരീരമാസകലം മഞ്ഞിൽ പൊതിഞ്ഞു വരുന്നവന് മരണം ഭവിക്കാതിരുന്നത് കണ്ട് അവർ അമ്പരന്നു. അടുത്തത് 100-300 കിലോമീറ്റർ അകലെ ദൂരമുള്ളൊരു തടവറയിൽ കൊണ്ടിട്ട് പീഡിപ്പിച്ചു. ആ തടവറയിലെ പീഡയുടെ ഒരു പ്രത്യേകത, ശരീരത്തിലേക്ക് നമ്മൾ ഈ BP ഒക്കെ നോക്കുന്ന പോലുള്ള സംവിധാനമുണ്ടല്ലോ, ഇതുപോലൊരു ഉടുപ്പിടിവിക്കും. എന്നിട്ടിങ്ങനെ എയർ കയറ്റിവിടും. അകത്തേക്ക് ഒട്ടി പ്രഷർ കൂടി ശ്വാസം മുട്ടും. ഒരു രാത്രി മുഴുവൻ മരണാസനനായി നിന്നിട്ടും മരിച്ചാലൊന്നും അവിടെ ഒന്നുമില്ല. അങ്ങനെ നിന്നു. അവൻ വന്നിട്ട് ആളോട് പറയും, ഞാൻ ദൂതന്മാരെ കണ്ടു. അവരെന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, മരിച്ചാലും പേടിക്കാനൊന്നുമില്ല. ഇപ്പം ഞങ്ങളെക്കുറിച്ച് നീ ഒരു കാഴ്ച മാത്രമാ കണ്ടെങ്കിൽ മരണം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ പവറല്ല, ഞങ്ങൾ നിൻ്റെ സേവകാത്മാക്കളായി മാറും. നിനക്കാണ് അധികാരം, നിനക്കാണ് ശക്തി. അവനെ അങ്ങനെ സന്തോഷിപ്പിച്ച വാക്കുകളൊക്കെ കൂട്ടുകാരോട് പറയും. ഈ മനുഷ്യനൊരു തലവേദനയായി മാറി. ഒടുക്കം പിന്നെ പരിഹസിച്ച ആളുകൾ ഒത്തുകൂടുമ്പോൾ ഒരു ചോദ്യം, നീ പറയുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ, അവിടുത്തെ ഒരു കൂട്ടുകാരൻ പറയുക, പട്ടാളക്കാരൻ പറയുക, എനിക്ക് നാളെ അവധി കിട്ടണം, വീട്ടിൽ പോകണം, ഒരു സാധ്യതയില്ല. നോക്കണം. അദ്ദേഹം പറഞ്ഞു, കൂട്ടുകാരാ, ഇതൊരു പരീക്ഷണയുടെ ഒന്നുമല്ല. നീ എന്നോട് ഒരു വാദവും വെച്ചിട്ടില്ല, പക്ഷെ വേറൊരുത്തൻ ആ വാദം ഏറ്റെടുത്തിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. കാരണം നിന്നോട് പറയാൻ ഞാൻ അശക്തനാ. ആ വാദം അവൻ ഏറ്റെടുക്കുകയും അതിൻ്റെ ചുമതലക്കാരനായി എന്നെ ഇവിടെ ഇരുത്തുകയും ചെയ്താൽ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നിൻ്റെ വഴി സുഗമമാകും. ആ രാത്രി മുഴുവൻ വാനിയ പ്രാർത്ഥിച്ചു. പ്രഭാത ഭക്ഷണത്തിന് പോകുമ്പോഴേക്ക് അറിയിപ്പ് വന്നു, ഇവനെ അവധി. ഇതെങ്ങനെ കിട്ടിയെന്നറിയില്ല. പിന്നെ മനസ്സിലാകുന്ന നാളുകൾക്കപ്പുറത്ത് അവൻ കൊടുത്തൊരു അപേക്ഷ തലേ രാത്രി പരിഗണിച്ച് സന്ദേശം വന്ന പട്ടാള ക്യാമ്പിൽ 200 പേര് മാനസാന്തരപ്പെട്ടു. ഒറ്റ കാരണത്താൽ 200 റഷ്യൻ പടയാളികൾ ചെമ്പട 200 പേർക്ക് മാറ്റമുണ്ടാകാൻ സുവിശേഷ യോഗമോ പരസ്യയോഗമോ ട്രാക്ട് വിതരണമോ കൗൺസിൽ കമ്മിറ്റികളോ ഇവാഞ്ചലിസത്തിന് സ്വീകരിക്കുന്ന ഏതെങ്കിലും മെത്തഡോളജികളോ അല്ല ദൈവം ഉപയോഗിച്ചത്. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ്റെ മുഴങ്കാലിരുന്നുള്ള മഞ്ഞണിഞ്ഞ ആ മാമലകളുടെ താഴെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നവൻ്റെ കണ്ണീരിനെ ദൈവം മാനിച്ചു. ചെമ്പടയുടെ 200 കരുത്തന്മാർ യേശുവിൻ്റെ ധീര സമരസേനാനികളായി മാറാൻ ആ പ്രാർത്ഥനയ്ക്ക് കഴിഞ്ഞെങ്കിൽ വരാനിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഉണർവിന് ദൈവം തിരക്കുന്ന കരുത്തർ ഇന്ന് രാത്രി ഇവിടെ ഉണ്ട് എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഈ ദിനങ്ങളിലെ സുവിശേഷ യോഗങ്ങളുടെ ലക്ഷ്യം അത്തരത്തിൽ ചിലരാ. അവരെന്ന് എഴുന്നേറ്റാൽ രാജ്യത്തിന്റെ സ്ഥിതിഗതികൾ മാറും, ദേശത്തിന്റെ സ്ഥിതിഗതികൾ മാറും. അവരെ തിരഞ്ഞ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ ഇന്നിവിടെ വന്നിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. ഹല്ലേലൂയ. ഈ മനുഷ്യനെ കൊണ്ട് മടുത്തു. KGB അന്വേഷണത്തിന് വീണ്ടും വിധേയമാക്കുമ്പോൾ പിറ്റേന്ന് രാവിലെ അവർ ഉത്തരവെഴുതിക്കൊണ്ടിരിക്കുക, ഒരു കാരണവശാലും ഈ പട്ടാള ക്യാമ്പ് വിട്ട് പുറത്തു പോകാൻ ഇവനെ ഇടവരുത്തരുത്, ഒരാളോടും മിണ്ടാൻ അനുവാദം കൊടുക്കരുത്, വെറുതെ പോലും സംസാരിക്കരുത്. 5 ദിവസമൊക്കെ ആ പട്ടിണി കിടുന്നേ. പക്ഷേ ഉത്തരവ് പുറപ്പെടുന്നതിന് മുമ്പ് ഒരു മേലധികാരി വന്നിട്ട് പറഞ്ഞു, വണ്ടി എടുക്കുമ്പോൾ ഒരിടത്ത് പോകണം. വണ്ടിയിൽ 2 ആളും പോയി കഴിഞ്ഞാൽ ഉത്തരവ് എഴുതിയോ നോക്കുമ്പോൾ ആളില്ല. ചോദിച്ചപ്പോൾ പറഞ്ഞ ആൾ പുറത്ത് പോയി. നല്ല ഡ്രൈവറാ, ഫുഡ് എടുക്കാൻ പോയതാ, ബ്രെഡ് വാങ്ങാൻ പോയതാ. മേലധികാരിയും താനും വേറെ 2 സുഹൃത്തുക്കളൂടെ പോകുമ്പോൾ വേഗത്തിൽ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു അത്ഭുതം നടക്കുക. അത്ഭുതം എന്താണെന്നറിയണ്ടേ? വണ്ടിയുടെ വേഗത കുറയ്ക്കാൻ തൻ്റെ കാതിൽ ആരോ പറയുന്നു. വേഗത കുറച്ചപ്പോൾ പറഞ്ഞു വീണ്ടും വേഗത കുറയ്ക്കുക. വേഗത വല്ലാതെ കുറച്ചപ്പോൾ മേലധികാരി ചോദിച്ചു, നിനക്ക് എന്ത് പറ്റി, സ്പീഡിൽ വണ്ടി വിട്. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ദൈവം എന്നോട് പറയുന്നു വേഗത കുറയ്ക്കണം, വണ്ടി സൈഡ് ഒതുക്കണം. സൈഡ് ഒതുക്കി തുറന്നപ്പോൾ തങ്ങൾ കൊണ്ടുവന്ന ബ്രെഡെല്ലാം വഴിനീളെ കിടക്കുകയാണ്. 2 ആളും പുറത്തിറങ്ങി. മേലധികാരി പറഞ്ഞു, നമ്മൾ ഒരുമിച്ചല്ലേ ഇത് അടച്ചത്, ഒരുമിച്ചല്ലേ പൂട്ടിയത്, ഒരുമിച്ചല്ലേ ഈ കാര്യമെല്ലാം ചെയ്തത്, ഇതിൻ്റെ ഇടയ്ക്ക് എന്താ സംഭവിച്ചേ? ഒരു പിടിയും കിട്ടുന്നില്ല. നമ്മൾ 2 പേര് സസ്പെൻഷനിലാവും. ആഹാരം അവിടെ കൊണ്ടെത്തിക്കണം. അടുത്ത ഘട്ടം ഒരു കാഴ്ച കാണുന്നത്, അവർ
അവിടെ നോക്കിക്കൊണ്ടിരിക്കെ വലിയൊരു ട്രക്ക് മറ്റൊരു വലിയൊരു വണ്ടിയിൽ ഇടിച്ച് രണ്ടും മറിഞ്ഞു കിടക്കുന്നു. അനിയന്ത്രിതമായി വന്ന ട്രക്കിൽ ഇവരെ വണ്ടി ഇടിക്കാതിരിക്കാനുള്ള ഒരു ദൈവ സന്ദേശമാണ് കിട്ടിയത്. മേലധികാരിയോട് പറയുക, എൻ്റെ പിതാവ് എന്നോട് പറഞ്ഞു ഇപ്പോൾ ഈ വഴി പോകരുതെന്ന്. ഇങ്ങനെ ദൂതുള്ള ദൈവമക്കളൊരു കാലമാ ഇനി. ദൈവം അനിക്കൊടുത്തോർത്ത് പ്രസംഗം പറഞ്ഞു നല്ല ഇനി പറയേണ്ടത്, ഡിസ്ട്രിക്ട് വാസ് പറഞ്ഞു നല്ല പറയേണ്ടത്, പാട്ട് പാടുന്ന ആളുകൾ പറഞ്ഞു നല്ല പറയേണ്ടത്. നമുക്ക് ഈ ശബ്ദത്തെയൊക്കെ മറന്നിട്ട് ആ ദൈവശബ്ദം കേൾക്കാൻ ആര് കാതുകൂർപ്പിച്ചെന്ന് ഇവിടെ ഇരിപ്പുണ്ട്. അവർ ഒരു കാലം അതില്ലാത്ത ജീവിതം ക്രിസ്തീയമല്ല. ദൈവമായുള്ള ആത്മബന്ധം നഷ്ടപ്പെടുന്ന ഇടത്ത് ദൈവത്തിന് ഇനി പ്രവർത്തിക്കാൻ കഴിയുകയില്ല. ഹൃദയം ത്രസിക്കട്ടെ തമ്പുരാന് വേണ്ടി. ഇങ്ങനൊക്കെ ഇടപെടുന്നൊരു ദൈവമുണ്ടെന്ന്, ശബ്ദം കേൾപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന്, ആപത്തും അനർത്ഥവും തൊട്ടുമുമ്പിൽ വരുമ്പോൾ ബോധ്യപ്പെടുത്തി തരുന്ന ഒരു ദൈവമുണ്ടെന്ന്. ഇത്തരം അനുഭവങ്ങൾ ചെറുതും വലുതുമായുള്ള നിരവധി പ്രിയപ്പെട്ടവർ ഇന്നിവിടെ ഇരിപ്പുണ്ട്. പക്ഷെ അതിനെ തേച്ചു മിനുക്കി എടുക്കുന്നതിൽ, രൂപപ്പെടുത്തി എടുക്കുന്നതിൽ നമുക്ക് ഭവിച്ച പരാജയത്തെ ഒന്ന് തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ദൈവത്തിങ്കിലേക്ക് മടങ്ങണം, ദൈവപ്രവൃത്തിയിലേക്ക് മടങ്ങണം, ദൈവത്തിന്റെ ഇടപെടലിലേക്ക് മടങ്ങണം. മുഴങ്കാലിലെ പ്രാർത്ഥനയുടെ ശക്തി ഒന്ന് വികസിപ്പിച്ചെടുക്കണം, അതൊന്ന് ത്രസിപ്പിച്ചെടുക്കണം, അതൊന്ന് ഊർജ്ജപ്പെടുത്തിയെടുക്കണം, അതൊന്ന് ശക്തിപ്പെടുത്തിയെടുക്കണം. അവരെ കൊണ്ട് ദൈവം കാലത്തെ മാറ്റാൻ പോകുക, ദേശത്തെ മാറ്റാൻ പോകുക. ഇന്ത്യ കാത്തിരിക്കുന്ന ആ വലിയ മാറ്റത്തിന്റെ കാഹളധ്വനി നമ്മുടെ എല്ലാം കാതുകളിൽ കേൾക്കാം. നമ്മുടെ സമതിഷ്ടങ്ങൾ 1500 പേര് ഇന്ത്യയിലെ ജയിലുകളിൽ വീർപ്പുമുട്ടി കഴിയുക, സ്ത്രീ പുരുഷ ഭേദമന്യേ ഇന്നിവിടെ വന്നിരുന്ന് നമ്മൾ കേട്ടു. സെൻട്രൽ വാസ് പറഞ്ഞു നമുക്ക് ഫുഡുണ്ട്, എല്ലാവർക്കും വന്നിരിക്കുന്നവർക്കൊക്കെ സന്തോഷമുണ്ട്, പാട്ടുണ്ട്, പ്രസംഗമുണ്ട്. ഇതൊന്നും കാണാൻ കഴിയാതെ അനേകായിരങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തിന്റെ വിവിധ ജയിലിടങ്ങളിൽ അടക്കപ്പെടുമ്പോൾ ന്യായവിധി നമ്മിലേക്ക് വരാതെ ഈ അനുഭവിക്കുന്ന സുഖങ്ങളും സൗകര്യങ്ങളും ഒക്കെ ആസ്വദിച്ചിട്ട് ദൈവത്തെ നിന്ദിക്കുന്ന അവസ്ഥാവിശേഷങ്ങളിൽ വിഭിന്നമായ ഒരു മടക്കയാത്രക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആത്മപ്രേരണ തരുന്ന എത്ര ജീവിതങ്ങൾ ഇവിടെയുണ്ട്. ഞാനുൾപ്പെടെ, കേൾക്കുവിൽക്കാരുൾപ്പെടെ നമുക്ക് ഒരുമിച്ച് ചില തിരുത്തലുകളുടെ പ്രക്രിയകളിലേക്ക് കടക്കാം. ദൈവത്തിന്റെ വലിയ പ്രവൃത്തി ഇന്ന് രാത്രി നമ്മിലൂടെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കട്ടെ. ഓരോ ജീവിതങ്ങളെയും തൊട്ടുകൊണ്ടിരിക്കട്ടെ. എല്ലാവരിലും ആ രൂപാന്തരം സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവനെ കൊണ്ട് മടുത്തു, ഒരു രക്ഷയുമില്ല. ഒടുക്കം മേലധികാരി ഒന്ന് ചിന്തിച്ചു, ഇവനിലൊരു കുറ്റം ചുമത്തി ഇവനെ കൊല്ലാൻ നേരെ ഏൽപ്പിച്ചു കൊടുക്കുക KGBക്ക്. കാരണം അവർക്ക് കൊല്ലാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും വേണ്ട. മൊസാദിനും KGBക്കൊക്കെ ഒരുത്തിനെ കൊല്ലണമെങ്കിൽ ഒരു കാരണവും വേണ്ട, സംശയം തോന്നിയാൽ മതി. അത് ചാരപ്പടയുടെ പ്രത്യേകത. എല്ലാ രാജ്യങ്ങളിലും അങ്ങനെയാണ്. റഷ്യയുടെ KGBയെ വിളിച്ചു വരുത്തി അവനെ കൊല്ലാൻ തീരുമാനിച്ചു. കൊല്ലാൻ തീരുമാനിച്ചു എന്നല്ല, വലിയ സന്തോഷത്തിലാണ് അവൻ്റെ മേലധികാരി. കാരണം അയാളുടെ പ്രൊമോഷനെ ബാധിക്കുന്നു ഈ ശല്യം. അയാളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കീഴിലുള്ളൊരു ഉദ്യോഗസ്ഥൻ ഇതാ ഇവിടെയെല്ലാം റഷ്യയ്ക്ക് വിപരീതമായ വിധത്തിലെ ബൈബിൾ പ്രചരിപ്പിക്കുന്നു, ആശയം പ്രചരിപ്പിക്കുന്നു. 200 പടയാളികൾ ഒറ്റക്കെട്ടായി പ്രാർത്ഥിക്കുന്ന സ്ഥിതിവിശേഷം വന്നിരിക്കുന്നു. ഇതിവിടെ വേണ്ട. ലെനിൻ ഡിഗ്രി 0.5 ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടത്തിയ മതപ്രചരണം കുറ്റം ചുമത്തിക്കൊള്ളണം. സ്തോത്രം. വേദനാജനകമായിരുന്നു. അടുത്ത നിമിഷങ്ങൾ മേലധികാരി വീട്ടിൽ ചെന്നു, ഭാര്യയെ വിളിച്ചു. നീ അറിഞ്ഞോ, നമ്മുടെ ശത്രു തകരാൻ പോവാ, നമ്മുടെ പ്രൊമോഷൻ റെഡിയാകാൻ പോവാ. അയാൾക്കൊരു മോനേ ഉള്ളൂ. ഭാര്യ ചോദിച്ചു, എന്താ കാര്യം? അവർ നേഴ്സാ. കേട്ടപ്പോൾ പറഞ്ഞു, അവനെ നാളെ തട്ടും. അവൾ പറഞ്ഞു, പാടില്ല, പാടില്ല, അതൊരു പാവം മനുഷ്യനാ, ഉപദ്രവിക്കരുതേ, ഉപദ്രവിക്കരുതേ, അവനെ തുടരുതേ. ഇത് കേൾക്കുമ്പോഴാണ് വചനം പറയുന്നേ, എൻ്റെ അഭിഷിക്തന്മാർക്ക് ഒരു ദോഷവും വരുത്തരുത്, എൻ്റെ പ്രവാചകന്മാരെ തുടരുത്. ഇന്ത്യ മഹാരാജ്യത്തോട് ആ ശബ്ദം ഇന്ന് രാത്രി ആത്മാവിൽ അവിടുത്തെ അഭിഷിക്തന്മാരാ ഞങ്ങൾ ചേർന്ന് പറയുക, എൻ്റെ പ്രവാചകന്മാരെ തുടരുത്, എൻ്റെ അഭിഷിക്തന്മാർക്ക് ഒരു ദോഷവും ചെയ്യരുത്. കാലം കരുതി വെച്ചിട്ടുണ്ട്, അതിന് തക്കതായ ചിലതൊന്ന് ഓർമ്മപ്പെടുത്തുവാൻ ആത്മാവിൽ അഭിഷിക്തന്മാരാ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇന്ത്യ മഹാരാജ്യത്തോട് കൃത്യമായ ദൈവത്തിൻ്റെ ദൂതറിയിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. പക്ഷെ അയാൾ വിട്ടില്ല, മടങ്ങെത്തി. പിറ്റേന്ന് പ്രഭാതം KGBക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ചോദ്യം ചെയ്ത് ഇദ്ദേഹത്തെ വകവരുത്തുമെന്ന പ്രതീക്ഷയോടെ മേലധികാരി ചെല്ലുമ്പോൾ കാണുന്നത് വാനിയ നിലത്ത് കിടക്കുന്നു. ആഹ്ലാദചിത്തനായി വാനിയെ ചവിട്ടുവാൻ അടുത്തേക്ക് ചെന്ന ഇയാൾ അമ്പരന്നുപോയി. കാരണം
ചോദ്യം ചെയ്യലുകൾക്ക് ഒന്നും അവസരം കൊടുക്കാതെ KGB കൊന്നുകളഞ്ഞു. അദ്ദേഹത്തെ നിശ്ചലമായ ശരീരം വികൃതമാക്കിയിട്ടിരിക്കുക. ഇവിടം കൊണ്ടൊന്നും കഥ തീരെയല്ല. തിരികെ പോവുകയാണ് മേലധികാരി. പോകുമ്പോഴൊക്കെ വാനിയ ചോദിച്ചു കൊണ്ടിരിക്കുക, തൃപ്തിയായോ, സന്തോഷമായോ? കാതുകളിൽ ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, തൃപ്തിയായോ, സന്തോഷമായോ? അതാ പാപത്തിൻ്റെ ശക്തി. കഴുത്തറത്ത് കൊല്ലുന്നവരുണ്ട്, രാഷ്ട്രീയ കൊല നടത്തുന്നവരുണ്ട്, ഇഷ്ടമില്ലാത്തവനോട് പാര വെച്ച് തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. ജയം താൽക്കാലികമാണ് സ്നേഹിത. മടക്കയാത്രയിൽ അന്തരാത്മാവിൽ ഇത്തരമൊരു ചോദ്യം വന്നുകൊണ്ടിരിക്കും, തൃപ്തിയായോ, തൃപ്തിയായോ? വളഞ്ഞ വഴിക്ക് മേലുദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നല്ല വിധി സമ്പാദിച്ചു കാണും, രക്ഷപ്പെട്ടു എന്ന് കരുതിക്കാനും. പക്ഷേ അന്തരാത്മാവിൽ ഇതിങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും, സുഖപ്പെട്ടോ, സന്തോഷമാണോ, സന്തോഷമാണോ? ക്ഷമിക്കണം, ഞാൻ ഒരു മനുഷ്യൻ്റെ ശവടക്കി, പയ്യനാ, 40 വയസ്സ് 45 വയസ്സ് കാണും. അന്ന് ഇപ്പോൾ അത്രയൊക്കെ കാണുള്ളൂ, 8 കൊല്ലം മുമ്പാ. ജോലി ഗുണ്ടായിസ. ഗുണ്ടകൾക്ക് പൊതുവായൊരു സ്വഭാവമുണ്ട്, അവർക്ക് ആരോടും വിരോധമൊന്നുമില്ല. നമ്മൾ നമ്പർ കാണിക്കുക, ആളിൻ്റെ ഫോട്ടോയും കാണിക്കുക, അവരെ വന്ന് തട്ടിയിട്ട് അപ്പോൾ നമ്മൾ തിരിച്ചു വയ്ക്കുക, എന്താ ഒന്നുമില്ല, അവർ പറഞ്ഞു അത്രേ ഉള്ളൂ, തട്ടിയിട്ട് പോകും. അന്നത്തെ കൂലി ഒരു ബിരിയാണിയൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ഇതാണ് ഗുണ്ട. ഞാൻ ഇയാളോട് അല്പനേരം സംസാരിച്ചു മരിക്കുന്നതിന് മുമ്പ്. വിടുതൽ വേണ്ടേ, നമുക്കിതൊക്കെ മാറണ്ടേ, ശരീരത്തിനൊന്നും വയ്യ. വേണ്ട പാസ്റ്റർ, ഞാൻ ചെയ്തു വെച്ച കുറ്റകൃത്യങ്ങൾ വെച്ച് നോക്കിയാൽ വേണ്ട, ജീവിക്കാൻ ഭയം. കാരണം കണ്ണടയ്ക്കുമ്പോൾ ഞാൻ ഉപദ്രവിച്ച മനുഷ്യൻ മുൻപിൽ വന്ന് പുഞ്ചിരിയോടെ നിൽക്കുക, ഉറങ്ങാൻ വയ്യ. ഈ മനുഷ്യരെ സ്വപ്നം കാണുക, ഇത് ഹാലൂസിനേഷൻ എന്നോ സൈക്കോളജിയോ എന്നൊക്കെ നിങ്ങൾ പറഞ്ഞോ, കുഴപ്പമില്ല. പക്ഷേ ഇയാൾക്കിതൊരു യാഥാർത്ഥ്യമാണ്, ഇയാളെ ഇത് ഇറിറ്റേറ്റ് ചെയ്യുക. അവിടെ ആ ഭക്തൻ പറഞ്ഞത്, ഞാനോ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ശൗലിനെ കൊല്ലാൻ നിരന്തരം അവസരം കിട്ടും. യജമാനനായ രാജാവേ, ഞാൻ നിന്നെ കൊല്ലൂല, നീ യഹോവയുടെ അഭിഷിക്തൻ. പ്രതികാരം ചെയ്യാൻ മനസ്സില്ലാതെ മാറി നടന്നവനെ തേടി ദൈവത്തിൻ്റെ അനുഗ്രഹ കരം വന്ന പോലെ നമ്മയും കാത്ത് 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 ഒരു നിയുക്തമായ അഭിഷേകം, ഒരു പുത്തൻ ഉണർവ്, ഒരു പുത്തൻ നിയോഗം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി വേണം ആ ദൈവ സാന്നിധ്യം? പകയുടെ ഹൃദയം പോകട്ടെ, നമ്മുടെ ഉള്ളത്തിൽ നിന്ന് അത്തരം ചിന്തകളും മാറി ഒരു നിഷ്കളങ്ക മനസ്സിനെ തിരിച്ചു പിടിക്കാൻ കഴിയുന്നിടത്ത ഉണർവിൻ്റെ വ്യാപനം ദൈവം ശക്തിപ്പെടുത്തുന്നത്. നമുക്ക് ഒരുമിച്ച് വേണം അത്. നമ്മളിലെല്ലാം ഉണ്ട് കുഴപ്പം. ഞാൻ തികഞ്ഞെന്ന് പറയല്ല, ഞാൻ ഇങ്ങോട്ട് ഒരു പാതി പ്രാർത്ഥിച്ചത്, കർത്താവേ എന്നോട് സംസാരിക്കണേ. എൻ്റെ മാത്രം അനുഭവമല്ല, പ്രസംഗിക്കാൻ ദിവ്യാസന്മാരോട് ചോദിക്കുക. ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ നിന്നാൽ നിങ്ങൾക്ക് 5 അടി തരുമ്പോൾ 10 അടി തമ്പുരാൻ അറിയാതെ തരുന്നുണ്ട്, പാഴ്സൽ കണക്കിന് ഉണ്ടെന്ന്. അത് വിജയപ്രദമായ ശുശ്രൂഷയിൽ തിരിച്ചും കിട്ടിയ അടി. നമുക്കൊന്ന് ജയമെടുക്കാം. നമുക്ക് സന്തോഷചിത്തരായി വേണം ആ വചനത്തോട് പ്രതികരിച്ചു കൊണ്ടിരിക്കാൻ. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന് വേണം ദൈവത്തിന് മഹത്വം അർപ്പിക്കാൻ. ഇങ്ങനെയുള്ള മനുഷ്യരെ തൊട്ടുനിർത്തുമ്പോൾ അപ്പോസ്തലൻ പറയണേ, എങ്ങനാ ഒരുവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ, തീർന്ന്? ഈ ചോദ്യം ഒരു കുറെ കൂടി കൃത്യതയോടെ ചോദിച്ചു. ഒരു കണക്കിനത് ഗുണമായി. കാരണം എവരീ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് നമുക്ക് ഈ ഉത്തരം കിട്ടിയ പൗലോസിൻ്റെ ഒക്കെ. നിരീശ്വരൻ ഈ ചോദ്യം ചോദിച്ചു. നമ്മൾ പലപ്പോഴും ഈ ഡിബേറ്റിനൊക്കെ പോകുമ്പോൾ ഇവരോരോ ചോദ്യം ചോദിക്കുമ്പോൾ നമ്മുടെ ആൾ ഫ്രണ്ടിൽ ഇരുന്ന് ചൂടാവും. ഇവനെ ഒതുക്കാൻ അതിലും പാട്. അവനൊരു, നിങ്ങളോട് മാത്രമാണ് രഹസ്യം പറയാം, ഞങ്ങളൊരു ബുദ്ധിമുട്ടിയെ ഇവനെ ഇങ്ങനെ പ്രകോപിതനാക്കി വെച്ചേക്കുന്നത്. നമ്മൾ കയറി അതിലും വലിയ പ്രകോപിതരായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഒന്ന്. പണ്ടൊരു കൊച്ചെ നമ്മുടെ രക്ഷിക്കപ്പെട്ടൊരു അച്ചാൻ്റെ അടുത്ത കാലത്ത് രക്ഷിക്കപ്പെട്ടൊരു അച്ചാൻ്റെ അടുത്ത് ഇറച്ചി വാങ്ങാൻ പോയി. കശാപ്പായിരുന്നു. അവന് കൊമ്പം മീശയെ കണ്ട, അതും കളഞ്ഞില്ല. നല്ല മനുഷ്യനാണ് പുള്ളിക്കാരൻ. ഈ തൂങ്ങിക്കിടക്കുന്ന മാംസത്തിൻ്റെ ഒരു ഭാഗം വെട്ടിയിട്ട് കൊച്ചിൻ്റെ അടുത്ത് ചോദിച്ചു, രക്ഷിക്കപ്പെട്ടോ എന്ന് ചോദിച്ചു. കൊച്ചു പറഞ്ഞു രക്ഷിക്കപ്പെട്ടു. അതങ്ങോട്ട് ചോദിച്ചൊരു ഒറ്റ വെട്ടിയിട്ട് ചോദിച്ചു, സ്നാനപ്പെട്ടോ എന്ന് ചോദിച്ചു. സ്നാനപ്പെട്ടു. ഒരു 5-6 ഞുറുക്കി വിട്ടിട്ടു, അഭിഷേകം പ്രാപിച്ചു.
പക്ഷെ ഒരൊറ്റ ഓട്ടമായിരുന്നു. ഇയാൾ നല്ല ബോധത്തോടെ ചെയ്താൽ പക്ഷെ പറ്റിയെന്താ, അത് ദോഷം ചെയ്താൽ. ചിലർ പരസ്യത്തിന് പോകില്ല, ആ കൂടെ നിന്നാൽ മതി. പരസ്യത്തിന് ചില ശല്യക്കാരുണ്ട്. സുവിശേഷം പറയുമ്പോഴും ഉണ്ട്, എന്താ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇടവഴി കയറി പറയുക. എനിക്കൊരു അനുഭവം ഉണ്ട് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ തൽക്കാലം, അയാൾ പറഞ്ഞോളൂ. ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കും മൗനമായിട്ട്. കാരണം നമ്മളീ പറയുന്ന സാഹിത്യം കേട്ടൊന്നുമല്ല മനുഷ്യൻ രക്ഷിക്കപ്പെടുന്നത്. ഡിബേറ്റ് പോലും അല്ലെന്ന്, അതൊക്കെ എന്തിനാണെന്നറിയണ്ട, ഉറപ്പിക്കാനാണ്. ക്രിസ്ത്യവിശ്വാസത്തിൻ്റെ ധൈര്യവും അചഞ്ചലതയും പബ്ലിക്കിന് ബോധ്യപ്പെടുത്താനുള്ള അതൊക്കെ. ഹല്ലേലൂയ. ആ അതിനല്ലേ. അപ്പോൾ വിഷയത്തിലേക്ക് വരണം. ഇവിടെ പലസ് ഈ ചോദ്യം അങ്ങോട്ട് ചോദിക്കുക, ഇതൊക്കെ ശരിയാ സാറേ, പക്ഷേ ഈ മരിച്ചുപോയി 12,000 വർഷം മുമ്പുള്ളൊരു മനുഷ്യൻ എങ്ങനെ ഉയർക്കും? ഇനി ഇത്രയും വർഷമായില്ലേ? അതിലൊരു ചെറിയ ശരി പോലെ നമുക്കും തോന്നും. എന്താ കാര്യം? നമ്മൾ മരിച്ചു, നമ്മളെക്കൊണ്ട് ചർച്ചകോടിൻ്റെ പന്തളം അടുത്തുള്ള സെല്ലിൽ കൊണ്ടുവച്ചു. സെല്ലിൽ വെച്ചു, പ്രാർത്ഥിച്ചു, നമ്മൾ ബണ്ണുമൊക്കെ കഴിച്ച് തിരിച്ചു പോന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ സെല്ലിടിച്ച് പൊളിച്ച് പണിതു. ഈ മണ്ണിൻ്റെ നല്ലൊരു ഭാഗം കായലിൻ്റെ ഭാഗത്ത് മൂടാൻ വേണ്ടി കൊണ്ടുപോയി. കുറേ ഒലിച്ചുപോയി, അതിലൊക്കെ പോയി, മണ്ണായി. അന്ത്യകാഹളം കേൾക്കുമ്പോൾ ഞാൻ എവിടെ നിന്ന് ഉയർക്കും? വേണേ പറയാ സമുദ്രം തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുത്തുവോ? നമ്മുടെ കാര്യമല്ല, പാവിയുടെ കാര്യമാണ്. കാരണം അവനെ ഏൽപ്പിച്ചു കൊടുക്കാൻ ചില സാധനം ഇവിടെ കിടപ്പുണ്ട്, നമ്മുടെ ഒരു വസ്തു ഇവിടെ ഇല്ല. കാരണം എന്താ? മൺമയൻ്റെ പ്രതിമ ധരിച്ച പോലെ വിൺമയൻ്റെ, നമ്മുടെ വേറെയാ ബോഡി. അതെങ്ങനെ എന്നാലും ഇത്രയും വർഷമായൊരു സാധനമല്ലേ? ആ അവിടെ പഠിക്കണ്ട. ഇത്രയും വർഷം ആയത് ആർക്കാന്നറിയോ? നമുക്കാ. മനസ്സിലായില്ല. സ്തെഫാനോസിൻ്റെ തലയെറുത്തു കൊന്നു, കല്ലെറിഞ്ഞു കൊന്നു. സ്നാപകൻ്റെ ഉടലൊരിടത്ത്, തല ഒരിടത്ത്. പൗലോസിനെ ഈർച്ചവാളിനാൽ കൊന്നു. ആ ബോഡിയൊക്കെ 2000 ആണ്ട് കഴിഞ്ഞപ്പോൾ ഉയർക്കുമോ? എന്താണതിൻ്റെ സാധ്യത? ആ ചോദ്യം ഒരാൾ ഉന്നയിച്ചാൽ ഒരു തെറ്റുമില്ല. പക്ഷെ ഉത്തരം ഞാൻ പറയാം. നമുക്കാണേ 2000 വർഷം. എങ്ങനെ 2000 വർഷം എന്നറിയണ്ടേ? ഈ ഭൂമി ഇങ്ങനെ കറങ്ങുക. ഇവിടുന്ന് അങ്ങോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ ഈ കറക്കം നമുക്ക് ബാധകമല്ല. ഇവിടെ കിടന്ന് ഇത് കറങ്ങും. നമ്മുടെ സമയക്രമം മാറി. മനസ്സിലായില്ല? ഞാനതിനാ ഒരു എസ്കറ്റോളജിക്കകത്തൊരു ചോദ്യം ചോദിച്ചേ. നമ്മൾ 7 കൊല്ലം മധ്യാകാശത്തിൽ വസിക്കുന്ന. ഞാനൊരാൾ ചോദിച്ചു, കലണ്ടർ മനോരമ തന്നെയാണോ എന്നൊരു. കാരണം എന്താ? ഭൂമി കറങ്ങുന്നതിനല്ലേ ഒരു ദിവസം എന്ന് പറയുന്നേ. നമ്മൾ പൊങ്ങി മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ കിട്ടും? ഈ കണക്ക് വെച്ചെങ്ങനെ ആ കണക്ക് കൂട്ടുന്നത്? മനസ്സിലായില്ല? ഇങ്ങനെ ഉൽപ്പത്തിയിലെ സൃഷ്ടി. ഉൽപ്പത്തിയിലെ സൃഷ്ടിയെപ്പറ്റി പറയുന്ന ഭൂമിയിൽ നിന്നല്ല. ദൈവം ഭൂമിയിൽ നിന്ന് 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം എന്ന് പറഞ്ഞെങ്കിൽ ഇത് ശരിയാ. ഭൂമി സൃഷ്ടിക്കുന്നതും പ്രപഞ്ചം സൃഷ്ടിക്കുന്നതുമൊക്കെ അതിൻ്റെ സെൻറ്റർ, ആ ന്യൂക്ലിയസ് എന്ന് പറയുമല്ലോ, അതെങ്ങനെ ഭൂമിയാകുന്നത്? കാരണം ഭൂമിയും സൃഷ്ടിക്കണം. അതുപോട്ടെ, യോം എബ്രായ പദം സൃഷ്ടിച്ചതിൽ ഈ ദിവസത്തിന് കൊടുത്തിരിക്കുന്നത്. അതിലും അനുഗ്രഹിക്കപ്പെട്ടൊരു കാര്യം കേൾക്കണം. സന്ധ്യയായി ഉഷസ്സുമായി 1-ാം ദിവസം, 2-ാം ദിവസം, 3-ാം ദിവസം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ? സന്ധ്യയായി എന്നും പറഞ്ഞു. അങ്ങനെയാണോ ദിവസം തുടങ്ങണ്ടേ? സന്ധ്യയായി ഉഷസ്സായി. ജൂതന്മാരിന്നും അങ്ങനെയാണ്. വൈകിട്ട് 6 മണിക്കാണൊരു ദിവസം. മനസ്സിലായല്ലോ? 6 മണിക്കാണ് അവരുടെ ഒരു ദിവസം ആരംഭിക്കുന്നത്. നമുക്ക് രാവിലെ 6 മണിക്ക് തുടങ്ങുന്നത്. ചന്ദ്രനാണ് അവരുടെ പഞ്ചാംഗം. അവൻ കാലനിർണയത്തിനായി ചന്ദ്രനെ നിയമിച്ചു. ഇതാ വചനം. 360 ദിവസമേ ഉള്ളൂ, നമുക്ക് 65 ഉണ്ട്, കാരണം സോളാർ. അപ്പോൾ ഈ ക്രമമനുസരിച്ച് സൃഷ്ടി ഇങ്ങോട്ട് നടപ്പിലാക്കി വരുമ്പോൾ 7-ാം ദിവസം പറയുകയാണ്, 7-ാം ദിവസം ദൈവം സ്വസ്ഥനായിരുന്നു. പക്ഷെ വിലപിടിപ്പുള്ളൊരു പ്രയോഗം അവിടെ ഇല്ല. സന്ധ്യയായ ഉഷസ്സുമായി 7-ാം ദിവസം ഇല്ല. അപ്പോൾ പിന്നെ അതെങ്ങനായിരിക്കാം? 6 വരെ കൃത്യം വന്നു, 7-നില്ല. എബ്രായലനക്കാരൻ പൂരിപ്പിക്കുക, ദൈവത്തിൻ്റെ ജനത്തിന് ഒരു സ്വസ്ഥത ശേഷിച്ചിരിക്കുന്നു, ഒരു ശബത്തനുഭവം.
ഒരു സബാറ്റിക്കൽ ഇയർ ശേഷിച്ചിരിക്കുന്നു. അപ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം മരിച്ചുപോയ നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുണ്ടല്ലോ, അവളും സ്തെഫാനോസും പൗലുസും ഒക്കെ ഉയർക്കുന്ന സമയക്രമം ഭൂമിയിലെ 2000 അല്ല, ഒരു സ്വർഗീയ ക്രമം. അതുകൊണ്ടൊരു നൊടിയിട പോലെ ഇത് ഫീൽ ചെയ്യൂ. ഒരു നൊടിയിട. ഹല്ലേലൂയ. കണ്ണ് ഇമയ്ക്കുന്ന ഇടയിൽ അത്രയും ടൈമിനുള്ളിൽ നമ്മൾ ട്രാൻസ്ഫോംഡ് ആകും. ഹല്ലേലൂയ. മരിച്ചവർ അക്ഷരാട്ടുയർക്കും. ഈ വലിയൊരു തത്വം പൗലോസിന് പറയണമെന്നുണ്ട്. ചുമ്മാ കയറി പറയാൻ പറ്റുമോ? അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചോദ്യം കൊരിന്തിൽ നിന്ന് വരിക, എങ്ങനെ ഉയർക്കും? സാറ് പറഞ്ഞിട്ട് പോ. ചോദ്യം ചോദിച്ചവനെ കയറൊരു വിളി, മൂഢ. ഉഗ്രൻ ചോദിച്ചേ, ഉത്തരം എങ്ങനെ? മൂഢ. ചിലതരം പരീക്ഷ എങ്ങനെ നമ്മൾ വലിയ കാര്യമായിട്ടായിരിക്കും അങ്ങോട്ട് ചോദിക്കുന്നത്, ഉത്തരം വളരെ സിമ്പിളായിരിക്കും. അങ്ങനെയാണ് ഞാൻ പതിവായി പലയിടത്തും പറയുന്ന കുട്ടികൾക്കൊക്കെ വേണ്ടി പറയുന്നൊരു കാര്യമുണ്ട്. ന്യൂട്ടൻ്റെ അടുത്ത് ഒരു കൂട്ടുകാരൻ സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, മാത്തമാറ്റീഷ്യൻ. ന്യൂട്ടൻ വിശ്വാസിയായിരുന്നു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആളായിരുന്നു. ബൈബിളിലെ വെളിപ്പാട് പുസ്തകത്തിനൊക്കെ പഠനം നടത്തിയ ആളാണ്. അവിടെ തന്നെ ന്യൂട്ടൻ ഒറ്റപ്പെട്ടാണ് ഇവർക്കിടയിൽ. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഈ ന്യൂട്ടൻ ഈ പറയുന്ന പോലെ വലിയ ബുദ്ധിജീവിയൊന്നും അല്ല, ഞാൻ അയാളെ കുരുക്കാം, ഞാനൊരു പ്രോബ്ലം ഇട്ട് കൊടുക്കാം. ഒരു മാത്തമാറ്റിക്കൽ പ്രോബ്ലം ഇട്ടിട്ട് ന്യൂട്ടൻ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞു, 1 മാസം എടുത്ത് മറുപടി. ഇല്ല പിന്നെ ഇയാൾക്ക് ഇത് ചെയ്യാൻ കഴിയില്ലേ, പരാജയം സമ്മതിച്ചേക്കണം. ഇത് ചെയ്യാൻ ന്യൂട്ടൻ 2-3 മിനിറ്റ് മതിയായിരുന്നു. ചെയ്ത് ബുദ്ധിമാനായ ന്യൂട്ടൻ തൻ്റെ പേര് ഒപ്പൊന്നും വെക്കാതെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവറോട് പറഞ്ഞു, ഇത് നീ ചെയ്തായിട്ട് പറഞ്ഞേക്കണം, ഇതാ കൊടുത്തേക്കാം. പോയ വേഗത്തിൽ ഡ്രൈവർ കൊണ്ട് കൊടുത്തു. അങ്ങോട്ട് നോക്കിയിട്ട് ആ മാത്തമാറ്റീഷ്യൻ പറഞ്ഞ ഒരു പ്രയോഗമുണ്ട് ചരിത്രത്തിൽ, താങ്കും അങ്ക്വി ലിയോണം. എന്നാ മനസ്സിലായി? അയാളിങ്ങനെ പറഞ്ഞു, അന്യഭാഷ എന്ന് മനസ്സിലായില്ലേ? താങ്കും അങ്ക്വി ലിയോണം. അതിലൊരു പദം ഓർമ്മ വരുന്നു, ലിയോണം, ലയൺ. ഇതിൽ ആ സിംഹത്തിൻ്റെ കരസ്പർശമുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ്. ആരാ? അപ്പോൾ പരീക്ഷ ഇട്ടവനൊരു വലിയ പരീക്ഷ, ഉത്തരം എഴുതുവനിതൊരു ഉത്തരമല്ല. പൗലോസിൻ്റെ അടുത്തൊരു കട്ടി ചോദ്യം, ഉത്തരം വളരെ സിമ്പിൾ, മൂഢ. മരിച്ചവർ ഏതുവിധം ഉയർക്കുമെന്നാണോ നിൻ്റെ ചോദ്യം? എന്നിട്ടേ ആ ഉത്തരത്തിൻ്റെ കൂടെ ഒരുവനെ കൂടെ നിർത്തി, അത് യേശുവിനെയാണ്. നോക്കാം യേശുവിനെ. ഇത് പഠിക്കാനുണ്ട് യേശു എന്ന വ്യക്തിത്വത്തെ. കാരണം നമ്മുടെ ശരീരത്തെപ്പറ്റി ഏറ്റവും പഠിക്കുന്ന ആൾ ഡോക്ടറാണ്. അങ്ങനെയാണ്. ഡോക്ടർമാർക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം നമ്മുടെ ശവശരീരമാണ്. ജീവിച്ചിരിക്കുന്ന നമ്മളെക്കുറിച്ച് പഠിക്കാൻ മരിച്ചവൻ്റെ ബോഡി വേണം, ശവശരീരം വേണം. അതെല്ലാം കീറി മുറിച്ച് പഠിക്കുക, ഓരോ പാർട്സും പഠിക്കണം. എന്തിനാ പഠിക്കുന്നറിയണ്ടേ? ഇവൻ്റെ കുഴപ്പം നോക്കി വേണം നമ്മുടെ പ്രശ്നം പരിഹരിക്കാൻ. എന്താണിതെന്നറിയണം. ഒരു പെർഫെക്റ്റ് ബോഡി കിട്ടിയാൽ ഒരു ഡോക്ടർക്ക് സന്തോഷമാണ്. അങ്ങനെ എല്ലാം തികഞ്ഞൊരു ബോഡി കിട്ടാനും പാടാ. എല്ലാം തികഞ്ഞ ആരെങ്കിലും ഉണ്ടോ? പൂർണ്ണരായിട്ട് കർത്താവിനെ മാറ്റി നിർത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇല്ലെന്ന് തീർത്ത് പറയരുത്. ഒരാളുണ്ടെല്ലാം തന്നെ, ജസ്റ്റിസ് പരിപൂർണൻ എന്നാ പേര്, ഇന്ത്യക്കാരനാണ്. ബാക്കി ഞാൻ മനസ്സിലാക്കിയ ആളുകളെല്ലാം ഏതാണ്ട് കുറവുണ്ട്. ആ സാറ് റിട്ടയർ ആയതുകൊണ്ട് ഞാൻ പേര് പറഞ്ഞാൽ അല്ലേ ഇപ്പോൾ പ്രശ്നമായിപ്പോൾ തന്നെ. ബാക്കി നമ്മളിലെല്ലാം ഉണ്ട് ഏതോ ഒരു കുറവല്ലേ, ഏതോ ഒരു അപാകത. ഇപ്പോഴാ കത്തിയ ചിലർക്കല്ലേ. നമ്മുടെ ഒരു റിട്ടയർഡ് ചീഫ് ജസ്റ്റിസിൻ്റെ പേരാണ് പരിപൂർണൻ. അങ്ങനെയൊക്കെയാണ്. പോട്ടെ. അപ്പോൾ ഈയിടയ്ക്ക് ഞാൻ മലബാറിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു പാസ്റ്ററെ പരിചയപ്പെട്ടു. പേര് രസകരം. ആദ്യം ഇതിനെയും കടത്തി കിട്ടും, പരിശുദ്ധൻ. അതെന്നാ അവിടെ പറയാം, പരിശുദ്ധം പാസ് മുമ്പോട്ടൊന്ന് പ്രാർത്ഥിക്കാം. ഞാൻ അടുത്തുകൂടാത്ത വിശുദ്ധീകരണം പുള്ളിക്കൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ടെന്ന് കരുതി മാറിയിരുന്നു. നേരായ കാര്യമാണ്. പോട്ടെ. അദ്ദേഹം കേൾക്കുന്നത് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞു പോയതായിരുന്നു കാര്യത്തിന്. ദൈവമക്കളെ, ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനും വയ്യാത്തൊരു കാലമാണ്. എന്തിനാ പറഞ്ഞേ?
അപ്പോൾ ഇവിടെ ഡോക്ടർ പെർഫെക്റ്റ് ഹ്യൂമൻ ബീയിങ്ങിനെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇങ്ങനെ ഇരുന്നാൽ കിട്ടൂല. ഡോക്ടറെ ആകാംക്ഷ അതാണ്. സ്റ്റിച്ച് ചെയ്യുന്ന ആൾ നമ്മുടെ ഉടുപ്പിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും, തയ്യൽ പഠിച്ചോൻ അങ്ങനെയാണ്. വാച്ച് നന്നാക്കുന്നവൻ വാച്ചിൽ നോക്കിക്കൊണ്ടിരിക്കും, മുടി വെട്ടുന്നവൻ തലയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇത് പെർഫെക്റ്റ് ആണോ എന്നാണ്, നന്നായോ എന്നറിയാനാണ്. എന്തിനാ അവരെല്ലാം വിട്. നമ്മൾ പാസ്റ്റർമാർ തന്നെ ഒരിടത്ത് ചെന്നാൽ ആദ്യം പറഞ്ഞത് എന്താ, മുമ്പിരുന്ന പോലൊന്നും അല്ല, എനിക്ക് കുറേ പോളിസിയൊക്കെ ഉണ്ട്. മറ്റേ ഭാഷ പറ്റി വല്ലതും പറഞ്ഞു എന്ന് വെച്ചാൽ ഇല്ല, എനിക്ക് ഏതാണ്ടൊക്കെ പുതിയ പോളിസി ഉണ്ടെന്ന് പറഞ്ഞാണ് നമ്മുടെ ഓപ്പണിംഗ് വേഡ്. അങ്ങനെയാണ് അല്ലേ? ഞങ്ങളും ഇങ്ങനെ. ഇന്നലെ ആരാ പ്രസംഗിച്ചേ? അത് കാവാലമാണ്, അല്ല ഇന്ന ആളാണ്, ഒന്നും മിണ്ടുകയില്ല. നമ്മളെല്ലാം ഇങ്ങനെയാണല്ലേ. പെർഫെക്റ്റ് ആണോ എന്നിങ്ങനെ നോക്കുക, തിരക്കാണ്. ഡോക്ടർ നോക്കുന്നൊരു പെർഫെക്റ്റ് ബോഡി ലൂക്കോസിൻ്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. പക്ഷെ ഒരു ദിവസം പൗലോസ് പരിചയപ്പെടുത്തി നസ്രായനായ യേശുവിനെ. അന്ന് മനസ്സിലായി ഇതുപോലൊരു സാമ്പിള് ജീവിതത്തിൽ വന്നിട്ടില്ല. അടിയേറ്റ്, ഇടിയേറ്റ്, പീഡയേറ്റ്, മാനസികമായി തകർത്തിട്ടും മണ്ണോട് മണ്ണ് ചേരാൻ അനുവദിക്കാതെ, ദ്രവത്വത്തിന് വിട്ടുകൊടുക്കാതെ, കോടാനുകൂടി കരുത്തോട് ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന നസ്രായനായ യേശുവിനെ പൗലോസ് അങ്ങോട്ട് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ലൂക്കോസ് അക്ഷരാർത്ഥത്തിൽ കണ്ടില്ല. പക്ഷെ ഈ വൈദ്യന് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെയാണെന്നറിയണ്ടേ? അതാ സുവിശേഷത്തിൻ്റെ പരിവർത്തനാത്മകത. 2000 ആണ്ടുകൾക്ക് ഇപ്പുറത്ത് നിന്നുകൊണ്ട് അതിനു മുന്നമേ മരിച്ചടങ്ങിയ അവിടെ നിന്ന് ഉയർത്തുന്നേറ്റ നസ്രായനെ കുറിച്ച് ഈ പന്തളത്ത് പ്രസംഗിക്കുമ്പോൾ വചനത്തിൻ്റെ ആ ശബ്ദമാധുര്യം നിങ്ങളെ അത് അക്ഷരാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ശിരാനരമ്പുകളിൽ ആ ആവേശം പടർന്നു കയറിക്കൊണ്ടിരിക്കും. അതാ സുവിശേഷത്തിൻ്റെ ശക്തിയും വ്യാപ്തിയും. ആ യേശുവിനെ ഇപ്പോൾ കൂടെ നിർത്തിയിട്ട് പൗലോസ് പറയുക, മരിച്ചവർ ഉയർക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം. മാത്രമല്ല, ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന ഞങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദഗതി ചെയ്യേണ്ടി വരും. അങ്ങനെ ഭേദഗതി ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്ന് വരെ ഫോഷ്ക്ക് പറഞ്ഞു വന്ന് വരും. അതുകൊണ്ട് ഒരുവൻ എവണ്ണമാണ് ഉയർക്കുന്നത് ചോദിച്ചാൽ പറയുക, മൂടാ, നീ കൃഷി ചെയ്യുന്ന ഇടത്തെ ഗോതമ്പ് മണികൾ കൊണ്ട് വിതയ്ക്കുമല്ലോ. അത് ചത്തുപോയ ഗോതമ്പ് മണിയല്ലേ, നിർജീവമായ പയർമണിയല്ലേ? പറയാം. ചത്തുപോയി നിർജീവമായി എന്ന് പറഞ്ഞാൽ കൃഷി ചെയ്യുന്ന കർഷകനറിയാം. വിത്തിന് ശേഖരിച്ച ധാന്യം ചാരവും വെള്ളവും വളവുമൊക്കെ ചേർത്ത് ഒരു കിഴി കെട്ടിപ്പണ്ട് നമ്മളിങ്ങനെ പുക കിട്ടാൻ സൂക്ഷിച്ചു വെക്കും. അതിനുള്ളിലെ ജലാംശം പറ്റി ജീവൻ്റെ സകല അണുക്കളും അപ്രസക്തമായി ഉണങ്ങിക്കരിഞ്ഞു. ഇതുകൊണ്ട് കുഴിയെടുത്ത് കുഴിയിലേക്കിടുമ്പോൾ ഇത് തന്നെ ശവസംസ്കാരം. കുഴിക്കകത്തേക്കിട്ടു. ഇതിനൊരു പ്രത്യേകതയുണ്ട്, അത് ഞാൻ പറയാം. ലോകത്തിൽ നമ്മൾ കണ്ടുപിടിക്കപ്പെട്ടതിൽ ഏറ്റവും വലിയ പവർ ആകർഷണമാണ്. ഭൂമിയുടെ ആകർഷണം, ലോ ഓഫ് ഗ്രാവിറ്റി അല്ലേ? അങ്ങനെയാണ്. അതാണ് കൊച്ചു കുട്ടികൾക്കൊക്കെ ചില ദിവസങ്ങളിൽ കാലിന് വല്ലാത്ത വേദന വരും. വല്ലാത്ത വേദന. ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും ഒക്കെ ശരീരത്തിന് വേദന. അങ്ങനെയില്ലേ? എൻ്റെ മകന് തീരെ കുട്ടിയായിരിക്കും, ഇപ്പോൾ അവൻ BCA പഠിക്കുക, ഇളയ മകൻ. ഒരു ചോദ്യം വന്നു സ്കൂളിൽ. നമ്മൾ മല കയറുകയോ വലിയ ബിൽഡിങ്ങുകൾ പടിക്കെട്ടുകൾ നടന്ന് കയറുകയോ ചെയ്യുന്ന മുകളിലേക്ക് കയറുമ്പോൾ അസ്വസ്ഥത അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? ചോദ്യത്തിന് അവൻ ഉത്തരം എഴുതി, അതങ്ങനെ കയറുന്നത് കൊണ്ട് തന്നെയാണ്. നിലത്ത് നിന്ന് ഇത് വരുമോ? ഇല്ല. മലമുകളിലേക്ക് കയറുമ്പോൾ കാലിന് അസ്വസ്ഥത വരാം. കാരണം എന്താ? നമ്മൾ കയറുന്നുണ്ട്, അല്ലേ? അത് വരത്തില്ല. മാർക്ക് കൊടുക്കാവില്ലോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ കാരണം ഇതാ, ലോ ഓഫ് ഗ്രാവിറ്റി. ഭൂമി പറയാം വേണ്ട 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 പോകണ്ട, നമ്മൾ പറയാം പോകണം. അപ്പോൾ ഭൂമിയും ഞാനും തമ്മിലുള്ള ഈ മൽപ്പിടുത്തത്തിൽ ശരീരത്തിന് വേദന. അതാ കൊച്ചുകുട്ടി വളരുമ്പോൾ ഭൂമി സമ്മതിക്കുകയില്ല, ഭൂമി ഇങ്ങോട്ട് പിടിക്കും, ഈ കൊച്ചു കുഞ്ഞ് മുകളിലേക്ക് പിടിക്കും. അതാ കാലിനും കൈക്കും ഒക്കെ വേദന. നമ്മൾ ഉടനെ ചോദിക്കുക, ശവക്കോട്ടയുടെ അതിലെ കുഞ്ഞിനെയും കൊണ്ട് ഒറ്റയ്ക്കാണോ വന്നേ? 91 സങ്കീർത്തനം വായിക്കുക.
അന്നേരം വേദന ഓവറാണ്, എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ, ഒരു പാരാസെറ്റമോളിൻ്റെ പകുതിയൊക്കെ കൊടുത്താൽ മതി. ചില ആളുകൾ എന്ത് ചെയ്യും, ഈ കിടന്ന് കരയുന്ന ചെറുക്കനെ സുവിശേഷ വിലയ്ക്ക് സമർപ്പിക്കും. അതൊന്നും വേണ്ട, അവന് വിളിയുണ്ടേ വന്നാൽ മതി. പിടികിട്ടിയോ? അവന് ദൈവവിളി ഉണ്ടേ വന്നാൽ മതി. ഇതൊക്കെ മാറിക്കോളും. നമ്മളെല്ലാം ഇങ്ങനെ വന്നാൽ ഓർക്കാത്ത നമുക്കുണ്ടായിരുന്നു ഈ വേദന. അങ്ങനെ പയ്യൻ വളർന്ന് 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 6 അടി മാക്സിമം, പിന്നെ ചെറിയ ചില വ്യത്യാസമൊക്കെ ഉള്ള കല്പം കൊണ്ടുള്ളവരൊക്കെ ഉണ്ടാകാം. വളർന്നു അവൻ ഭൂമിയോട് പറയുക, നീ ഒത്തിരി നോക്കി, ഇത് ഞാൻ നിൽക്കുന്നുണ്ടോ, ഭൂമിക്കുള്ള ഓടുമ്പോൾ നടക്കുമ്പോൾ മല കയറുമ്പോഴൊക്കെ ഈ ഗ്രാവിറ്റിയെ വെല്ലുവിളിച്ചുകൊണ്ട് നമ്മളിൽ നടക്കുക. നീ നോക്കി എന്നെ തോൽപ്പിക്കാൻ തോറ്റില്ല. എല്ലാം കഴിഞ്ഞു. ഇതൊരു റിവേഴ്സ് പവറിലേക്ക് തിരിച്ചു വരും. അവസാനം വന്ന് ഭൂമി പറയും, എന്നാ വാ നമുക്ക് പോയാലോ. ആ വിളിയുടെ പേരാ മരണം. അങ്ങനെ അവൻ ഏറ്റവും അധികം ഗ്രാവിറ്റി ഉള്ള സ്ഥലത്തേക്ക് ചെല്ലും. ഏറ്റവും ഗ്രാവിറ്റി ഉള്ള സ്ഥലത്തിന് പറയുന്ന പേരാ ഗ്രേവ്. ഗ്രേവിലാണ് ഗ്രാവിറ്റി കൂടുതൽ, ശവക്കുഴി. അവൻ അങ്ങോട്ട് പിടിക്കും, തീർന്നു. ഇതുപോലാണ് നിർജീവമെന്ന് കരുതിയ പയർമണി അങ്ങോട്ട് ഇട്ടു. പയർമണി അവിടെ കിടന്നു, തകർന്ന് ദ്രവിച്ചങ്ങ് ചേർന്നു. ആദ്യത്തെ മഴ പെയ്തു. എല്ലാം ശൂന്യമായി എന്ന് കരുതി ഇടത്ത് നിന്ന് പുറത്ത് കാണാനാവാത്തൊരു തുടിപ്പ്, ഒരു വേരോട്ടം. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇത്രയും പവറുള്ള ഗ്രാവിറ്റി ഉള്ള മണ്ണിന് അതിന് മുകളിൽ കൂടി ഈ ഗ്രാവിറ്റിയെ വെട്ടിമാറ്റി പുറത്തേക്കൊരു ചാട്ടം. അതങ്ങോട്ട് വളരാൻ തുടങ്ങി. ഇതുപോലെ മരിച്ചവൻ അക്ഷയനായിട്ടുയർക്കും. നീ വിതച്ചത് ഉണ്ടാകുവാനുള്ള ശരീരമല്ല, വിലപ്പെടുപ്പുള്ള മറ്റൊരു ശരീരം. ആ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്നത് എങ്ങനെയാണെന്ന് സൂചിപ്പിച്ചിട്ട് പറയുക, ഒടുക്കത്തെ ശത്രു. അതുകൊണ്ട് മരണം ഒടുക്കത്തെ ശത്രു. ഇനി ഇതിനപ്പുറത്തൊരു ശത്രുവില്ല. അതുകൊണ്ട് ഇന്നിവിടം വെട്ടിപ്പിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജനം ഒരു കാര്യം ഓർപ്പിക്കണം, ഒരു നിഴൽ പോലെ അവൻ കൂടെ വരുന്നുണ്ട്. നമ്മൾ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചാലും എതിരേ വരുന്നവന് ബോധക്ഷയമുണ്ടാവുകയോ അതല്ലെങ്കിൽ അവൻ മദ്യപിച്ചിട്ട് വരികയോ നിയമമൊക്കെ പാലിച്ചെങ്കിലും എവിടെയോ പിഴക്കുന്ന നേരിയൊരു അശ്രദ്ധയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വില, അതാണ് മരണം. ഈ മരണം ദൈവം കൽപ്പിച്ചതല്ല, വാസ്തവത്തിൽ മനുഷ്യൻ ചൂസ് ചെയ്ത. അത് പറഞ്ഞ് അവസാനിപ്പിക്കാം. വാസ്തവത്തിൽ നമ്മളാരും മരിക്കരുതെന്നായിരുന്നു ദൈവത്തിൻ്റെ ആഗ്രഹം. എന്താ കാര്യം? ഉൽപ്പത്തിയിൽ ആദിമഭൂമിയിൽ ആദം ഹവ്വമാരെ ആക്കി വെച്ച ദൈവം അവരെക്കുറിച്ച് ആഗ്രഹിച്ചെന്താ? സന്താനപുഷ്ടിയുള്ളവരായി വർദ്ധിച്ചു ഭൂമി മുഴുവൻ നിറയണം. ഭൂമി മുഴുവൻ നിറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു നോക്കണം, ഇതൊരു വിളനിലം മാത്രമാണ്. നമ്മൾ ധാന്യമണികൾ ഒരു സ്ഥലത്തെ ഒരുമിച്ച് ഉൽപ്പാദിപ്പിച്ച് അതിങ്ങനെ വന്ന് ചെടികളായി വളരുമ്പോൾ പറിച്ച് ഞാറ് നടുന്നത് പോലെ മറ്റു സ്ഥലങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കണം. അതിനാൽ വെളിപ്പാട് പുസ്തകം പറയുന്നത്, ജയിക്കുന്നവന് ഞാൻ ഉദയനക്ഷത്രം കൊടുക്കും. മാറ്റി 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 പ്രപഞ്ചം മുഴുവൻ ദൈവത്തെ സ്തുതിക്കുന്ന മനുഷ്യഗണങ്ങൾ. അതുകൊണ്ട് ഈ ഭൂമിയിലെ ഈ ശരീരം ഭൂമിയിൽ മാത്രം ഇണങ്ങുന്ന താൽക്കാലികം. ഇത് ട്രാൻസ്ഫോം ചെയ്തൊരു ശരീരം കൊണ്ട് നിത്യത അന്നേ കരഗതമാക്കണമെന്ന ദൈവത്തിൻ്റെ പദ്ധതി. അങ്ങനെയാണ് ഈ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷമൊക്കെ നമുക്കുള്ളതാ. ഇപ്പോഴല്ല, അതാ ബൈബിളിൽ വീണ്ടും കാണാം. വെളിപ്പാടിൽ, ജയിക്കുന്നവന് ഞാൻ ജീവവൃക്ഷത്തിൻ്റെ ഫലം തിന്നാൻ കൊടുക്കും. ഏതിൽ നിഷേധിക്കപ്പെട്ടതെന്തോ അത് ഞാൻ അന്നവന് കൊടുക്കും. സ്തോത്രം. ഈ പദ്ധതിയിൽ നിന്ന് മനുഷ്യൻ പുറത്തു പോയപ്പോൾ അതിൻ്റെ സ്വാഭാവിക പരിണിതിയായി ട്രാൻസ്ഫോം ചെയ്യാനുള്ള ഒരു ഘട്ടമായി ദൈവം മരണത്തെ വച്ചു. അതുവഴി കടന്ന് പുതുജീവനിലേക്ക് മടങ്ങി വരണം. ഈ ശരീരം ഉപേക്ഷിച്ച്
നിലനിൽക്കുന്ന ഒന്നിനെ പ്രാപിക്കണം. ആ കടമ്പയുടെ പേരാണ് ഭക്തന മരണം. അതുകൊണ്ട് പറയുക, തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. അപകടം വഴിയാകട്ടെ, മറ്റേത് വിധേനയും ആകട്ടെ, ശത്രുവിൻ്റെ ആയുധത്താലാകട്ടെ, സുവിശേഷ വിരോധികളുടെ ആക്രമണത്താലാകട്ടെ, ഭക്തൻ്റെ മരണം യഹോവയ്ക്ക് വിലയേറിയത്. മറ്റൊന്നുകൂടി പറഞ്ഞു, എന്നാണ് ദുഷ്ടൻ്റെ മരണത്തിൽ എനിക്ക് പ്രസാദമില്ല. അതിൻ്റെ കാരണം അവൻ തിരഞ്ഞെടുക്കുന്നത് നിത്യതയല്ല. ആ തകർച്ചയുടെ പരിണിതിയുടെ ഭീകരത ഓർമ്മിപ്പിച്ചുകൊണ്ട് പറയുക, എനിക്കതിൽ പ്രസാദമില്ല. അങ്ങനെയെങ്കിൽ നമ്മളെല്ലാം ഇന്ന് ഈ ലോകം വിട്ടുപോയാലും അത് ലാഭം. ആ തിരിച്ചറിവ് കിട്ടിയ അപ്പസ്തലൻ സ്വജീവിതത്തിലും ആ തിരിച്ചറിവിൻ്റെ ശക്തി പ്രകടമാക്കിയിട്ടുണ്ട്. അപ്പോസ്തലന് കിട്ടിയത് ഇങ്ങനൊരു മരണമാണ്. ആ മരണം അദ്ദേഹം സന്തോഷത്തോടെ ആസ്വദിച്ചു. ഒത്തിരി ആളുകളുണ്ട്, നമ്മൾ നിരന്തരം കേൾക്കുന്നത് പൗലോസിനെ പറ്റിയ. ഞാൻ പത്രോസിലേക്ക് വന്ന് അവസാനിപ്പിക്കുക. പത്രോസും അങ്ങനെയായിരുന്നു. ദൈവത്തിനായി പ്രവചനപ്പെട്ട മനുഷ്യർക്കൊക്കെ ഭൂമി വീതിച്ചത് ദാരുണമായ അന്ത്യമോ ഒറ്റപ്പെടലുകളോ ആക്ഷേപമോ വേദനയോ ഒക്കെ ആയിരുന്നെങ്കിൽ ദൈവജനമേ, അവരാരും പഴി പറഞ്ഞില്ല, മരണത്തെ പഴിച്ചില്ല. നിലനിൽക്കുന്ന നിത്യതയ്ക്ക് വേണ്ടിയുള്ള ആകാംക്ഷഭരിതമായ അവരുടെ അന്വേഷണം അവരെ കൊണ്ടെത്തിച്ചത് ആ നിത്യതയെക്കുറിച്ചുള്ള തികവാർന്ന ബോധ്യത്തിലാണ്. തികവാർന്ന ബോധ്യത്തിൽ ബ്രാലേനം പറയുന്നുണ്ട്, വിശ്വാസത്താൽ അവർ സിംഹങ്ങളുടെ വായടച്ചു, തീയുടെ ബലം കെടുത്തി. നമ്മളിതിനെന്താ പേര് പറയുന്നത്? നിങ്ങൾ വിശ്വാസത്താൽ ആക്രമിക്കാൻ വന്ന സിംഹത്തിൻ്റെ വായടച്ചാൽ അതിൻ്റെ പേര് വീര്യപ്രവൃത്തി എന്നാണ്. അതിന്നുണ്ട്. നിങ്ങൾ തീയുടെ ബലം കെടുത്തിയെന്ന് വിചാരിക്കുക, അത് ഇന്നും നടക്കും. കൽപ്പിച്ചാൽ അതൊക്കെ സംഭവിക്കും. ഇതൊക്കെ വിശ്വസിക്കുന്നവർക്കുള്ളതാണ് ഈ പ്രമാണം. അത് വിശ്വസിക്കുന്നവരുടെ കൂട്ടമാ പെന്തക്കോസ്. അത് ഇന്ന് സംഭവിക്കുമെന്ന് കരുതുന്നവരുടെ പ്രസ്ഥാനമായത്. ഇതൊക്കെ സഭയിൽ നിന്ന് അന്യം നിന്നിട്ട് ഒരു പ്രായോഗിക നിരീശ്വരത്വം അറിയാതെ എങ്ങനെയൊക്കെയോ വ്യാപരിച്ചിട്ട് തത്വങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരനുഭവത്തിലേക്ക് നമ്മൾ മാറിപ്പോയി. നമുക്കൊന്ന് തിരിച്ചു വരണം. ആ കൃപാവരങ്ങളെ തിരിച്ചെടുക്കാതെ നമ്മൾ രക്ഷപ്പെടുന്ന പ്രശ്നമില്ല. സഭയിൽ പ്രവചനം യാഥാർത്ഥ്യമാകട്ടെ, വ്യാഖ്യാനപരം യാഥാർത്ഥ്യമാകട്ടെ. സഭയുടെ ഉള്ളിൽ കൃപാവരങ്ങളും ദൂതുകളും ദർശനങ്ങളും സ്വപ്നങ്ങളുമുള്ള യുവതി യുവാക്കന്മാർ വൃദ്ധന്മാർ എഴുന്നേൽക്കട്ടെ. അവരിലൂടെയാണ് ദൈവം മാറ്റത്തിൻ്റെ സൂചനകൾ നൽകാൻ പോകുന്നത്. അല്ലാതെ മാറ്റമുണ്ടാവില്ല. അത് തിരിച്ചെടുക്കണം. അത് തരാൻ കഴിയുന്നവൻ നമ്മുടെ അരികിലുണ്ട്. അത് കിട്ടാതെ വന്നെന്തുകൊണ്ടാ? അതിനൊറ്റ വഴി. ഞാൻ ഈ നാളുകളിൽ പല സ്ഥലങ്ങളിൽ പറഞ്ഞ ഒരു കാര്യം ഒന്ന് ആവർത്തിക്കുക, ക്ഷമിക്കണം. ഇതൊക്കെ പ്രതീക്ഷയെങ്കിലും വന്നേ. എനിക്ക് ശക്തിപ്പെടണം, സന്തോഷം ഉണ്ടാകണം, നിത്യതയെക്കുറിച്ചുള്ള വചനം കേൾക്കണം, രൂപാന്തരപ്പെടണം. നിങ്ങളിത് പ്രതീക്ഷിച്ചാൽ വന്നേ. കൂടെ ഒരു കുറ്റവും നിങ്ങൾക്ക് പറയാനുണ്ട്. യോഗത്തിന് പോയി സന്തോഷം കിട്ടുന്നില്ല, പ്രസംഗിച്ച പാസ്റ്റർ പോരാ, ഉദ്ഘാടകം പോരാ, പാട്ട് പാടിയത് പോരാ, സഭയിൽ ചെന്നു ഞായറാഴ്ച, വ്യാഖ്യാനമില്ല. പണ്ടൊക്കെ ഞാനിത് കേട്ടിട്ടുണ്ട്. പ്രവചനമില്ല. പണ്ടൊക്കെ സഭയിൽ വരുന്ന ദൈവദാസന്മാർ കുറവുകൾ ചൂണ്ടിക്കാട്ടി പറയും. ഇന്ന് അതൊന്നുമില്ല, എനിക്ക് മടുപ്പായി. ഇതൊക്കെ ഒന്ന് തിരിച്ചു പിടിക്കാൻ നിങ്ങളിവിടെ വന്ന, കിട്ടാതെ വന്നപ്പോൾ നിങ്ങൾ കുറ്റം പറഞ്ഞ എന്നെ. എൻ്റെ പ്രശ്നം പറയട്ടെ, ഞാനിതൊക്കെ നിങ്ങൾ തരുമെന്നറിയാൻ ഇവിടെ വന്നേ. അപ്പോൾ എനിക്കിതൊന്നും ഉണ്ടാകാൻ എന്നെ കുറ്റം ലീഡ് ചെയ്ത പാസ്റ്ററുടെയാണ്. അദ്ദേഹം പറയും സെൻട്രൽ ഭാഷയ്ക്ക് ഇതില്ല. സെൻട്രൽ ഭാഷ പറയും ഓവർസീർക്കും കൗൺസിൽ ആർക്കും ഇല്ല. നമ്മളെല്ലാം ഒരുമിച്ച് പറയും ചർച്ചകൂടി ഇല്ല, IPCയിലുണ്ടോ, ഷാരോൾ അത് വിട്. ഇന്ന് വരെ ഞാൻ ചിന്തിച്ചോ, എനിക്കെന്തുകൊണ്ട് ഇതില്ല? ഞാനേ പാസ്റ്ററിൽ തേടിയ പലതും എനിക്കില്ലെന്ന് എനിക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഇതാര് തരുമെന്നോർത്താ യേശുവിൻ്റെ കൂടെ കൂടിയേ. എന്താ പ്രവചിക്കാൻ എനിക്ക് തടസ്സം? എന്താ രോഗശാന്തി കൊടുക്കാൻ എനിക്ക് തടസ്സം? എന്താ ക്രിയാത്മകമായ വിധത്തിൽ വീര്യപ്രവൃത്തി കൊടുക്കാൻ എൻ്റെ തടസ്സം ഞാൻ കണ്ടില്ല. അതിൻ്റെ പാപഭാരം നിങ്ങളിൽ തട്ടിയിട്ടിട്ട് ഞാൻ നൈസായിട്ട് ഒഴിഞ്ഞു മാറുന്നു. ശരിയാണോ? നമുക്ക് തിരിയണ്ടേ? ഇനി താമസിക്കില്ല ഒട്ടും. എനിക്കിതൊക്കെ പ്രാപിക്കണം. അതിൻ്റെ രണ്ടാം തലമുണ്ട്. എന്താണെന്നറിയണ്ടേ? സിംഹങ്ങളുടെ വായടച്ചു,
വാളിൻ്റെ വായ്ത്തലയ്ക്ക് തെന്നി മാറി. സ്ത്രീകൾക്ക് വിശ്വാസത്താൽ തങ്ങളുടെ മരിച്ചവരെ തിരിച്ചു കിട്ടി. ഇതെല്ലാം വിടുതലാണ്, കൊള്ളാം. രണ്ടാമതൊരു ഭാഗം പറയുക, വേറെ ചിലർ നേരെ അങ്ങ് തിരിച്ചു വെച്ചിട്ട് പറയുക, അവർ പറഞ്ഞു ഞങ്ങൾക്കിതൊന്നും വേണ്ട. എന്താ വേണ്ടാത്തതിൻ്റെ കരുതിയോ? ഏറെ നല്ല ഒരു ഉയർപ്പ് കിട്ടുമെന്ന് കരുതി ഉദ്ധാരണം കൊള്ളാതെ ഭേദ്യമേറ്റു. ചമ്മട്ടി ചങ്ങലയൊക്കെ സഹിച്ചു, മലപ്പാറകളിൽ ഉഴഞ്ഞു നടന്നു, വലഞ്ഞു നടന്നു. ലോകം അവർക്ക് യോഗ്യമായിരുന്നില്ല. സ്വയം ത്യജിച്ചു. ഒരിടത്ത് വീര്യപ്രവൃത്തി, മറുവശത്ത് ത്യജിക്കൽ. ഇത് രണ്ടും അങ്ങോട്ട് രൂപപ്പെട്ടപ്പോൾ അവിടെയാണ് ഉണർവ് രൂപപ്പെട്ടതെങ്കിൽ സഭയ്ക്കുള്ളിൽ രണ്ട് തരം മെമ്പർഷിപ്പുകൾ രൂപപ്പെടണം. തമ്പുരാനെ, നിന്റെ വീര്യപ്രവൃത്തികൾ, നിന്റെ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്ന ചിലരെ, മറുവശത്ത് ക്രിസ്തു നിമിത്തം സഹനം സഹിക്കേണ്ടി വരുന്ന, ക്രിസ്തു നിമിത്തം പീഡ സഹിക്കേണ്ടി വരുന്ന ഒരു ജനമുണ്ടായാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുമ്പെടുന്ന ഒരു ജനത. അങ്ങനെ ആത്മാവിൻ്റെ ഐക്യദാർഢ്യത്തോടെ സഹനത്തിനും പീഡകൾക്കും വില കൽപ്പിക്കുന്ന ഒരു ജനത ഉണരുമോ? പലവട്ടം പട്ടിണി, ഉറക്കിളപ്പ്, ആപത്ത്, വാള്, ഇതൊക്കെ സഹിക്കാൻ സന്നദ്ധതയുള്ളവരെ ഈ രാത്രി പരിശുദ്ധാത്മാവ് തിരയുന്നു. അവരുടെ പ്രാർത്ഥനയില ദൈവം വലിയ പ്രവൃത്തികൾ ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഞാനും നിങ്ങളും ഇന്ന് ചിന്തിച്ചതുപോലെ ഒറ്റ രാത്രി കൊണ്ട് കോടീശ്വരന്മാരാക്കുമെന്നും സകലവിധ പ്രശ്നങ്ങളും മാറി മറ്റുള്ളവരെ തോൽപ്പിച്ചുകൊണ്ട് നമ്മൾ മുൻനിരയിലേക്ക് എത്തുമെന്നൊക്കെ ഉള്ള ഭൗതിക ബോധത്തിൻ്റെ സുവിശേഷ വ്യാഖ്യാനങ്ങളെ വിട്ടിട്ട് പറയാ, ഞാൻ എൻ്റെ ക്രൂശ് എടുത്ത് എന്നെ തന്നെ ത്യജിച്ച് നിന്നെ ഒന്ന് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നു. ക്രൂശ് എടുക്കാൻ മനസ്സുള്ളവരുതാണ് ഇനിയുള്ള കാലഘട്ടത്തിൻ്റെ ക്രിസ്തീയ ജീവിതം. അഭിമാന പുരസരം, എനിക്കെന്നെ ഏൽപ്പിച്ച ക്രൂശ് എടുക്കണം. ഇതുവരെ എനിക്കതിൽ വിശ്വസ്ത പുലർത്താൻ കഴിഞ്ഞില്ല. ഒരു പുത്തൻ അനുഭവത്തോടെ പ്രവചനാത്മാവ് എന്നിൽ വ്യാപരിക്കണം, സുവിശേഷത്തിൻ്റെ ആത്മാവ് എന്നിൽ വ്യാപരിക്കണം. ആ പുതിയ നിയോഗത്തിന് ആര് സ്വയം സമർപ്പിക്കും? ദൈവത്തിന് ആവശ്യമുണ്ട് ചിലരെ പ്രസംഗിച്ചെരിഞ്ഞടങ്ങാൻ. ഞാൻ ഈ വാനിയുടെ ചരിത്രം വായിച്ചോലെ മോഡിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്, വില്യം കേരിയുടെ ചരിത്രം വായിച്ചിട്ടുണ്ട്, പണ്ഡിത രമാബായിയുടെ വായിച്ചിട്ടുണ്ട്, സെൻ്റ് അഗസ്റ്റിൻ്റെ വായിച്ചിട്ടുണ്ട്. ഇതൊക്കെ വായിച്ചു എന്ന് പറയാനല്ല, അത് വായിക്കുമ്പോഴൊക്കെ ഒരു കുറ്റബോധം. എനിക്ക് ഇന്ത്യയിൽ നിന്നൊരാളെ കിട്ടുന്നില്ല, കേരളത്തിൽ നിന്നൊരാളെ കിട്ടുന്നില്ല. കുറ്റമല്ല, എനിക്കങ്ങനൊന്നും ആകാൻ പറ്റുന്നില്ല. ഇന്ന് രാത്രി നമുക്ക് ഇവിടുന്ന് ഉണ്ടാകണം ഒരു സാമുവൽ മൊറീസ്, ഒരു വാനിയ. ത്യാഗസന്നദ്ധരായി എനിക്ക് യേശുവിന് വേണ്ടി നിൽക്കണം. എനിക്കെന്ത് കിട്ടും പ്രതിഫലം എന്നതിനപ്പുറത്ത്, ഒരു സ്ഥലം മാറ്റം വഴി എനിക്കെന്ത് പ്രമോഷൻ കിട്ടുമെന്നതിനപ്പുറത്ത്, ഒരു വേദിയിൽ നിന്ന് അടുത്ത വേദിയിലേക്ക് പോകുമ്പോൾ ഞാനെങ്ങനെ പരിഗണിക്കപ്പെട്ടു എന്ന ചിന്തകൾക്കപ്പുറത്ത്, എൻ്റെ ഭൗതികമായ ആകാംക്ഷകൾക്കപ്പുറത്ത് നാളുടെ ചരിത്രം. എന്നെയും നിങ്ങളെയും ഓർക്കേണ്ടത് സുവിശേഷത്തിന് വേണ്ടി പൊരുതി നിന്ന, അതിനുവേണ്ടി പ്രാണൻ കളയേണ്ടി വന്ന, അതിനുവേണ്ടി നിലകൊണ്ട ഒരുവനായി എൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ആർക്ക് പ്രാർത്ഥിക്കാം? ധനനായ പത്രോസുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പത്രോസ്ലീഹ ഏറ്റവും ഒടുവിൽ മരിക്കുന്ന യോഹന്നാൻ്റെ തൊട്ടു മുമ്പാണ് അദ്ദേഹത്തിൻ്റെ മരണം. പത്രോസ്ലീഹ യെരൂശലേമിലേക്ക് വന്നു. നന്നേ പ്രായാധിക്യം കൊണ്ട് വീർപ്പുമുട്ടുമ്പോൾ അദ്ദേഹത്തിനൊരു പ്രവചന ദൂത് കേട്ടു. നീ യേശുവിന് വേണ്ടി റോമിലെത്തണം, ജ്വലിച്ചു നിൽക്കുന്ന അനുഭവത്തിൽ സുവിശേഷം പ്രസംഗിക്കണം. ആ പ്രസംഗത്തിൻ്റെ റിസൾട്ട് തുടക്കം പോലെയല്ല. നീ പ്രസംഗിച്ചു തുടങ്ങുന്ന രാത്രിയിൽ 3000 പേരെ ഞാൻ നിനക്ക് തന്നെങ്കിൽ നീ പ്രസംഗിച്ചു തീരുന്ന ഒടുക്കത്തെ പ്രസംഗം, ആ പ്രസംഗത്തിൽ ആത്മാക്കളെ തരികയല്ല, നിന്റെ ആത്മാവിനെ ഞാൻ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നിന്നെ എൻ്റെ സന്നിധിയിലേക്ക് എടുക്കും. ഈ ദൂത് കേട്ടാൽ ശാപമെന്ന് കരുതുന്നൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. വയസ്സ് 85 ഈ മെലിഞ്ഞുണങ്ങിയ ശരീരം ഇനി പ്രസംഗിക്കണോ? റിട്ടയർമെൻറ്റ് വാങ്ങി വീട്ടിലിരുന്നാൽ പോരെ? സുരക്ഷിതത്വമുള്ളൊരു സഭയിൽ ശുശ്രൂഷിച്ചാൽ പോരെ? ഞാൻ ഒത്തിരി ഓടിയതല്ലേ, അധ്വാനിച്ചതല്ലേ? നോ, വിശ്രമമില്ലാത്ത ഈ വേലയ്ക്ക് തമ്പുരാൻ ഇന്ന് രാത്രി നമ്മളെ വിളിക്കുന്നു. വിശ്രമരഹിതമായ ശുശ്രൂഷയ്ക്ക് ദൈവമെന്ന് വിളിക്കുന്നു. ആയുധം താത്തുവെക്കാൻ കഴിയാത്ത യുദ്ധത്തിന് അവൻ ഇന്ന് രാത്രി നമ്മളെ വിളിക്കുന്നു. സഹോദരങ്ങളെ, പത്രോസിനോട് പറഞ്ഞു, നീ അവിടെ വന്ന്
പോലെ ക്രൂശിക്കപ്പെടും. ജനം നിന്നെ വളയും. ഹർഷാരവം കൊണ്ട് 3000 മാനസാന്തരപ്പെട്ടപ്പോൾ നിനക്ക് ചുറ്റും ഓടിക്കൂടിയ പോലെ ഒരു ജനാവലിയല്ല. കാളകൾ വളയും പോലെ ഭീകരരൂപികൾ നിന്നെ ആക്രമിക്കാൻ അടുത്തു വരുമ്പോഴും തേജസാർന്ന മുഖത്തോടെ ചങ്കുറപ്പോടെ നീ ഒറ്റയ്ക്ക് മരണത്തെ നേരിടും. പ്രഭാപൂരിതമായ ആ മുഖം കൊണ്ട് നീ എന്നെ തന്നെ ഉയർത്തി 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 ഞാൻ മാത്രം രക്ഷകൻ എന്ന് ഉലകത്തോട് പണ്ട് പറഞ്ഞ പോലെ പറഞ്ഞുകൊണ്ടിരിക്കും. നീ മരിച്ച് നിന്റെ ശാശ്വത ഭവനത്തിൽ വന്നണയും. നിന്നെ കാത്ത് ദൂതഗണങ്ങൾ നിൽക്കും. പത്രോസ് പറഞ്ഞു, അങ്ങ് പറഞ്ഞതുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഈ സമർപ്പണത്തിൻ്റെ പേരാ ക്രിസ്തീയ ജീവിതം. ഈ സമർപ്പണത്തിന് ആർക്ക് മനസ്സുണ്ട് സ്നേഹിത? അതിനുള്ള ധൈര്യവും കർത്താവ് തരും, അതിനുള്ള ബലം കർത്താവ് തരും. പക്ഷെ സഭയിലൊരു ബുദ്ധിമാനുണ്ടായിരുന്നു. ദൂത് കേട്ട അടുത്ത ദിവസം പറഞ്ഞു, അച്ഛാ സംഗതിയൊക്കെ കൊള്ളാം, ഞങ്ങളെ എങ്ങനാക്കിയിട്ടാണ് നിങ്ങളീ പോന്നെ? യേശുവിനെ നേരിട്ട് കണ്ട ഒറ്റ ശിഷ്യന്മാരിൽ ഒരേ ഒരാൾ താങ്കളായിപ്പം. യാക്കോബിനെ വാളിനാൽ കൊന്നു, യോഹന്നാനെ നാട് കടത്തി, പിന്നീട് നമ്മുടെ കൂടെ കൂടിയ പൗലോസിനെ ശിരച്ഛേദം ചെയ്തു. ഇനി നീ ഒരാളേ ഉള്ളൂ. നീ ഇപ്പോൾ ഇട്ടിട്ട് പോയാൽ ഈ പ്രസ്ഥാനം തകരും, ഡിസോർഡറാകും. പോകാൻ വരട്ടെ, അല്പനാൾ കഴിഞ്ഞ്, അത്രയും നാളിവിടെ നീ പ്രാർത്ഥിക്കുക. അന്ന് രാത്രി പത്രോസ് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു ദർശനം. തൻ്റെ കൺമുമ്പിലൂടെ ഒരു രൂപം അവ്യക്തമായി അടുത്തു വരുന്നു. ഉന്മേഷം പകരുന്ന, കുളിർമ നൽകുന്ന, കാന്തി നൽകുന്ന ആ രൂപം അടുത്തടുത്ത് വരുമ്പോൾ പൗലോസിന് ആളെ മനസ്സിലായി. കർത്താവാ, യേശുവാ, ദാ വരുന്നു എൻ്റെ പ്രിയപ്പെട്ട കർത്താവ്. നാഥാ, നിന്നെ ഞാൻ കാണുന്നു, നിന്നെ ഞാൻ അറിയുന്നു. പണ്ട് ഞങ്ങളെ വിട്ടുപോയ ആ ദിവസം ഓർക്കുന്നു. പത്രോസ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ തോളിലൊരു കുരിശുണ്ട്. അതും വലിച്ചുകൊണ്ടാണ് വരുന്നേ. അടുത്തടുത്ത് വരുമ്പോൾ പത്രോസിനെ കണ്ടിട്ട് കാണാതെ പോകും പോലെ യേശു കടന്നു പോവാ. ദുഃഖിതനായി പത്രോസ് വിളിച്ചു, ഗുരു, ഇത് ഞാനാ, കേഫ. നീ പത്രോസ് എന്ന് പേരിട്ട നിന്റെ കേഫ, നിന്റെ ശിഷ്യൻ. പോകല്ലേ ഗുരു, പോകല്ലേ ഗുരു. ഞാൻ നിനക്ക് വേണ്ടി ത്യാഗം സഹിച്ചിട്ടുണ്ട്, അടികെറ്റിട്ടുണ്ട്, പട്ടിണി കിടന്നിട്ടുണ്ട്. എല്ലാം നിനക്ക് വേണ്ടിയാ ഗുരു. പോകല്ലേ, മിണ്ടാതെ പോകല്ലേ. എനിക്ക് നിന്നെ തൊടണം, എനിക്ക് നിന്നെ ചുംബിക്കണം. ഇതിനുള്ളതാ പ്രാർത്ഥന. പ്രാർത്ഥന ജൽപ്പനമല്ല. എനിക്ക് യേശുവിനെ തൊടണം, എനിക്ക് ആലിംഗനബദ്ധനാകണം, എനിക്ക് ആ കാതിൽ ചിലതൊക്കെ പറയണം, എനിക്ക് അവിടെ നിന്ന് കേൾക്കണം. ഈ ആഗ്രഹത്തോടിരുന്നട്ട ദൈവത്തിൻ്റെ മക്കൾ, ഈ രാത്രി ദൈവം അവൻ്റെ പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കട്ടെ. നീ എന്നെ തൊടണം. നീ എന്നോട് മിണ്ടാതെ പോകുന്നത് എനിക്ക് ശ്വാസം കിട്ടാത്ത പോലെയാ, ഞാൻ മരിക്കാൻ തുടങ്ങും പോലെയാ. പോവല്ലേ പത്രോസ്, എനിക്ക് മനസ്സിലായി നീയാണെന്ന്. സമയമില്ല പത്രോസ്, എനിക്ക് പോയേ പറ്റൂ. ധൃതിയുണ്ട് പത്രോസ്. എന്ത് ധൃതി? ഞാൻ വിചാരിച്ചു നീ എനിക്ക് വേണ്ടി റോമിൽ ചെന്ന് പ്രസംഗിച്ചു മരിക്കും. നീ പോകുന്നില്ല എന്നറിഞ്ഞപ്പോൾ നിനക്ക് പകരമായി ഞാൻ ഒരിക്കൽ കൂടി ക്രൂശിക്കപ്പെടാൻ പോകുക. ഇതൊരു ദർശനമാണ്. പത്രോസ് ഞെട്ടിക്കൊണ്ടിരുന്നു. അലമുറ കൂട്ടി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഗുരു, പണ്ടെനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞാൻ തോറ്റുപോയിട്ടുണ്ട്, 3 ആവർത്തി തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരിക്കലും അത് സംഭവിക്കാതെ പത്രോസ് എന്ന മനുഷ്യൻ ഇതാ നിനക്കൊപ്പം. നീ പറയുന്നിടത്ത് നിനക്ക് വേണ്ടി പ്രസംഗിച്ച് എരിഞ്ഞടങ്ങും. എത്ര പേർക്ക് ഇന്ന് രാത്രി ആഗ്രഹമുണ്ട്, പ്രാണൻ പൊലിയും മുമ്പ് എനിക്ക് യേശുവിന് വേണ്ടി പ്രസംഗിക്കണം, ആത്മാർത്ഥമായി പ്രസംഗിക്കണം, പാപി മാനസാന്തരപ്പെടുന്ന ഉജ്ജ്വലമായ കാഴ്ച കാണണം, ശ്വാസം മുട്ടി മരിക്കേണ്ടി വന്നാലും, പീഡന പർവ്വങ്ങളിൽ കൂടി കടത്തിവിട്ടാലും, ചോര ചൊരിയേണ്ടി വന്നാലും നസ്രായന് വേണ്ടി എനിക്ക് ജീവിച്ചെരിഞ്ഞടങ്ങണം. ആർക്കാഗ്രഹമുണ്ട്? ആർക്കാഗ്രഹമുണ്ട്? അങ്ങനെ പത്രോസ് വിട്ടുപിരിഞ്ഞു ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെടാൻ ഒരുമ്പെടുക. ക്രൂശിക്കപ്പെടാൻ കൊണ്ടുവരുന്ന പടയാളികൾ അവസാനം ഒരു ചോദ്യം ചോദിച്ചു, നിന്റെ അവസാന ആഗ്രഹം പറയൂ, സാധിച്ചരാ. അത് വൈൻ കുടിക്കണോ? നിനക്ക് വിലപിടിപ്പുള്ള മാംസം കഴിക്കണോ? അത് ഞങ്ങൾ ചെയ്തു തരാം. ആഗ്രഹം പറഞ്ഞു. ഒരാഗ്രഹം, ഒറ്റ ആഗ്രഹം. എന്താണ് ആഗ്രഹം?
ക്രൂശിക്കുമ്പോൾ റോമിലൊരുക്കുന്ന ആ ക്രൂശിൽ യേശുവിനെ ഇട്ടതുപോലെ നേരെ ഇടരുത്. എനിക്ക് ആ മഹത്വം വേണ്ട. ലോകമെന്നെ വാഴ്ത്തിപ്പാടിക്കൊണ്ട് പറയും, യേശുവിൻ്റെ അരുമശിഷ്യൻ യേശുവിനെ പോലെ ക്രൂശിക്കപ്പെട്ടു. എനിക്ക് യേശുവിനെ പോലെ ക്രൂശിക്കപ്പെടേണ്ട. ലോകം പറയട്ടെ, യേശുവിൻ്റെ അരുമശിഷ്യൻ യേശുവിൻ്റെ പാദം ചുംബിച്ച് ക്രൂശിക്കപ്പെട്ടു എന്ന് പറയാൻ നിങ്ങളെന്നെ തലകീഴായി ക്രൂശിക്കണം. എൻ്റെ തലയും കൂടി കഴുകാൻ പണ്ട് പറഞ്ഞ ദ്രുതഗതിയില്ലേ? ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിൽ അവൻ കാട്ടുന്ന ദ്രുതഗതിയുടെ അബദ്ധമില്ലേ? ആ അബദ്ധം പോലെ പലതും പറഞ്ഞവൻ ഒടുവിൽ പറഞ്ഞ വാക്കിലും ആ ദ്രുതഗതി പ്രകടമാണ്. പക്ഷെ അത് ഗുണപരമായൊരു സമർപ്പണമാണ്. ഹല്ലേലൂയ. മരിക്കുമ്പോൾ മക്കളെ ചൊല്ലിയുള്ള ആശങ്കയല്ല, ഭൂസ്വത്ത് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചുള്ള വിലാപമല്ല, പലതും പിടിച്ചെടുക്കാൻ പറ്റിയില്ല എന്നുള്ള ചിന്തയല്ല. ദാഹജലം ചോദിച്ചു പോലും മരിക്കേണ്ട, എനിക്ക് യേശുവിനായി മരിക്കണം, യേശുവിനായി ജീവിക്കണം. ആർക്കാഗ്രഹമുണ്ട്? കണ്ണുകളടച്ചട്ടെ, ഹൃദയം ഏകാഗ്രമാക്കട്ടെ. എനിക്ക് യേശുവിനായി ജീവിക്കണം. രക്ഷിക്കപ്പെട്ടവരെ, സ്നാനമറ്റവരെ, ലാഭമൊക്കെ നമുക്ക് വിടാം. നേടിയെടുക്കാൻ ചിലതൊക്കെ ഉണ്ടെന്ന് പിശാച് പറയും. നമുക്ക് പറയില്ല. ആത്മാക്കളെയാ നേടിയെടുക്കാനുള്ള സ്നാനമാണ് നടത്താനുള്ള. അഭിഷേകത്തിൻ്റെ ശുശ്രൂഷയിലൂടെ ആളുകളെ കൊണ്ടുവരാനുള്ളത് ബാങ്ക് ബാലൻസ് വർദ്ധിപ്പിക്കാനല്ല. വേണ്ടതൊക്കെ ദൈവം തരും. അത് മറുവശം. എനിക്ക് യേശുവിനായിരിക്കണം. എൻ്റെ പേരും പെരുമയും വേണ്ട, ഫ്ലെക്സിൽ പേരടിച്ച് വിടണ്ട, സ്ഥാനമാനങ്ങൾ വേണ്ട, നോട്ടീസിൽ പേര് വരണ്ട, ചിത്രം വെക്കണ്ട. അതൊക്കെ വെക്കുന്നവർ വെച്ചുകൊള്ളട്ടെ. ഇതൊന്നും ഞാൻ ആസ്വദിക്കുന്നില്ല. എനിക്കെൻ്റെ യേശുവിന് വേണ്ടി നിസ്വാർത്ഥമായി യേശുവിന് വേണ്ടി ആഗ്രഹമാർക്കുള്ളേ, സമർപ്പണമാർക്കുള്ളേ. ഈ വിലപിടിപ്പുള്ള നിമിഷം ആ സമർപ്പണമുള്ളവർ കരമുയർത്തിയാട്ടെ. ആ സമർപ്പണമുള്ള പ്രായമുള്ള ചിലരെ കാണുന്നു. വയോവൃദ്ധന്മാരായ ദൈവവൃദ്ധന്മാർ കരമുയർത്തുന്നു. ചെറുപ്പക്കാർ കരമുയർത്തുന്നു. On behalf of cross, we are willing to die. On behalf of cross, we are willing to live. ജീവിക്കാനും മരിക്കാനും ഈ ക്രൂശുമുയർത്തി നിനക്കൊപ്പം അവസാന ശ്വാസം വരെ എനിക്ക് പാടി മരിക്കണം, പ്രസംഗിച്ചു മരിക്കണം, പ്രതിഫലച്ച കൂടാതെ പ്രവർത്തിക്കണം. നാണയത്തൊട്ടുകളുടെ മുമ്പിൽ, ഭൗതിക വാഗ്ദാനങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ ആഗ്രഹമില്ല. Only on behalf of cross. ക്രൂശിനു വേണ്ടി ആർക്കാഗ്രഹമുണ്ട്? ആത്മാർത്ഥമായി സമർപ്പിക്കാം. കരങ്ങളെ താഴ്ത്തിയിടാ. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുക. ദൈവദാസന്മാർ തുടർന്നുള്ള ശുശ്രൂഷകൾ ചെയ്യും. ഒന്ന് പ്രാർത്ഥിക്കണേ. വെറുതെ പ്രാർത്ഥിച്ചു പോകല്ല. പലയിടത്തും പോയി കൈ ഇങ്ങനെ ഉയർത്താനല്ല. ഇന്ന് തന്നെ ഒരു തീരുമാനം, ഇന്ന് തന്നെ ഒരു സമർപ്പണം, യേശുവിനായി നിൽക്കാൻ. കലാലയങ്ങളിൽ പഠിക്കാൻ ആളില്ല പ്രിയപ്പെട്ടവരെ. 10 വർഷത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പാസ്റ്ററെ കിട്ടാൻ വിഷമിക്കും. 10 വർഷത്തിനുള്ളിൽ സുവിശേഷ വേലക്കാരെ കിട്ടാൻ ഞാനും നിങ്ങളും പാടുപെടുന്നൊരു കാലമുണ്ട്. ആ കാലം വരും മുമ്പ് എനിക്ക് ശോഭിക്കണം. യേശുവിന് വേണ്ടി കൃപാവരങ്ങളാൽ എനിക്ക് ജനത്തെ ആകർഷിക്കണം. ജനമിനി വിടുവിക്കാൻ പോകുന്നത് ആ നിലയിലാണ്. അല്ലാത്തുള്ള എല്ലാ പ്രവർത്തനങ്ങളും റദ്ദ് ചെയ്യപ്പെടുന്ന ഒരു വ്യവസ്ഥിതി ലോകത്ത് വന്നു കഴിഞ്ഞിരിക്കുക. രാജ്യം മാറിത്തുടങ്ങിയിരിക്കുക. ഇന്ത്യ കാത്തിരിക്കുന്ന ഉണർവിൻ്റെ അലയൊലികൾക്ക് ഈ രാത്രി ഈ പന്തൽ സാക്ഷ്യം വഹിക്കട്ടെ. കൃത്രിമമായ ശബ്ദമാന്ത്രികത്വം കൊണ്ടുള്ള ഒരു ഉണർവല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഹൃദയാന്തർഭാഗത്ത് അവിടെയാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ ശക്തി, അവിടെയാണ് ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സാക്ഷ്യം. പ്രാർത്ഥനയോടെ നിൽക്കുക. ഞാനൊരു വാക്കിൽ പ്രാർത്ഥിക്കുന്നു. അബ്ബാ പിതാവേ, ഞങ്ങൾ അങ്ങ് ഉയർത്തുന്നു. ഞങ്ങൾ കേട്ട വചനം പോലെ ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോകുമ്പോൾ ഭക്തന് നീ വിധിച്ച അന്ത്യനിമിഷങ്ങൾ സുഖകരമെന്നെണ്ണിക്കൊണ്ട് വിട്ടുപിരിഞ്ഞ് നിനക്കൊപ്പം നിൽക്കാൻ നീ നൽകുന്ന ആഹ്വാനങ്ങളെ നിരസിക്കാൻ ഇടവരാതെ നിന്നോട് ചേർന്ന് ജഗത്തിൻ ജീവിതം നയിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. നശിച്ചു പോകുന്ന വസ്ത്രം, ദ്രവിച്ചു പോകുന്ന നാണയത്തുട്ടുകൾ, ലോകത്തിലെ നിർവികാരമായ ഒട്ടേറെ വാഗ്ദത്തങ്ങൾ കണ്ട് തലകുനിക്കാൻ ഇടവരാതെ നിൻ്റെ വചനത്തിൻ്റെ ശുദ്ധീകരണ ശക്തി ഈ വചനം കേട്ടവരുടെ മേൽ ആവസിക്കട്ടെ. കേട്ട വചനത്തിൻ്റെ ചൈതന്യം നാളത്തെ സഭായോഗത്തിൽ വ്യാപരിക്കട്ടെ. നാളത്തെ പകൽ വിടുതലായി തീരട്ടെ.
ഈ വചനം ഒരു തീപ്പൊരിയായി ഹൃദയാന്തർഭാഗത്ത് കിടക്കട്ടെ. ആഞ്ഞടിക്കുന്ന കാറ്റിൽ അത് ആളിയാളി പടരുവാൻ എൻ്റെ ദൈവം കൃപ ചെയ്യുവാൻ നസ്രയനായ യേശുവിൻ നാമത്തിൽ വചനം കേട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ വലിയ നാമത്തിൽ തന്നെ എല്ലാവർക്കും വന്ദനം. ഈ വചനങ്ങളാൽ